നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. നവകേരള നിർമ്മാണത്തിന് 25 പദ്ധതികൾ പ്രഖ്യാപിച്ച് LDF സർക്കാരിൻ്റെ 4ാം ബജറ്റ് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് നിയമസഭയിൽ അവതരിപ്പിച്ചു. പ്രളയബാധിത പഞ്ചായത്തുകൾക്ക് 250 കോടി രൂപ വീതമാണ് അനുവദിച്ചിരിക്കുന്നത്. സാമൂഹിക ക്ഷേമ പെൻഷൻ 100 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ 5 ലക്ഷം രൂപ സർക്കാർ നിരീക്ഷിക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും ബജറ്റിലെ ജനക്ഷേമ പ്രഖ്യാപനങ്ങളിൽ ഇടം പിടിച്ചു. ശബരിമല, KSRTC, 2ാം കുട്ടനാട് പാക്കേജ്, തീരദേശ വികസനം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയവയ്ക്കും പ്രാധാന്യം നൽകിയിരുന്നു തോമസ് ഐസക്കിന്റെ 10ാം ബജറ്റ്. സമഗ്ര മേഖലകളെയും പരിഗണിച്ചായിരുന്നു 39,807 കോടി അടങ്കൽ പദ്ധതി ഉൾപ്പെടുന്ന ബജറ്റ് ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള വിഭവ സമാഹരണത്തിന് 25 പദ്ധതികളാണ് തോമസ് ഐസക് വിഭാവനം ചെയ്യുന്നത്. 2020 സുസ്ഥിര സാമ്പത്തിക സ്ഥിതി തിരികെ പിടിക്കുമെന്നാണ് വാഗ്ദാനം. പ്രളയബാധിത പഞ്ചായത്തുകളുടെ പുനരുദ്ധാരണത്തിന് 250 കോടിയാണ് നീക്കിവച്ചിരിക്കുന്നത്. പ്രളയം നാശം വിതച്ച കാർഷിക മേഖലയിൽ വരുമാനം ഇരട്ടിയാക്കാനാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത്. ഇതിനായി 2,500 കോടി നീക്കിവെച്ചു. നാളികേര വികസനത്തിന് 170 കോടിയും റബ്ബറിന്റെ താങ്ങുവിലയ്ക്ക് 500 കോടിയും നൽകും. 2ാം കുട്ടനാട് പാക്കേജിനായി 1000 കോടി. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം അടക്കമുള്ള പദ്ധതികൾക്ക് 2000 കോടിയുടെ ഓഖി പാക്കേജിൽ 1000 കോടി ചെലവഴിക്കും. ഊർജ്ജ മിഷൻ പദ്ധതി പ്രകാരം തലസ്ഥാനത്തെ എല്ലാ KSRTC വാഹനങ്ങളും ഇലക്ട്രിക് സംവിധാനത്തിൽ പ്രവർത്തിപ്പിക്കും. എല്ലാ വീടുകളിലും LED ബൾബുകൾ കുടുംബശ്രീ വഴി ലഭ്യമാക്കും. പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ചിലവ് നോർക്ക ഏറ്റെടുക്കുമ്പോൾ തെക്കുവടക്ക് റെയിൽപാതയ്ക്കും ജലപാതകൾക്കും പ്രത്യേക പദ്ധതികൾക്ക് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന് 1420 കോടിയാണ് ഇക്കുറി മാറ്റിവെച്ചിരിക്കുന്നത്. കുടുംബശ്രീ വഴി 1000 കോടിയുടെ പദ്ധതികൾ നടപ്പിലാക്കും. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ പദ്ധതി മല എലിയെ പ്രസവിച്ചതുപോലെയാണെന്ന് പരിഹസിച്ച ധനമന്ത്രി സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചും ബജറ്റിൽ വിവരിച്ചു. ക്ഷേമ പെൻഷൻ 100 രൂപ ഇക്കുറിയും വർദ്ധിപ്പിച്ച ധനമന്ത്രി 3 വർഷം കൊണ്ട് പെൻഷൻ 15,000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നും വാഗ്ദാനം നൽകി. വിവാദങ്ങൾക്കിടയിൽ ശബരിമലയ്ക്ക് വാരിക്കോരിയാണ് ബജറ്റിൽ സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 731 കോടി ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് നൽകുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 100 കോടിയും സഹായം നൽകും. ശബരിമല റോഡ് പ്രവൃത്തികൾക്ക് 2016-17 89 കോടി രൂപ, 2017-18 140 കോടി രൂപ, 2018-19 200 കോടി രൂപയും അനുവദിച്ചു. ശബരിമല റോഡുകളായി നിശ്ചയിച്ചിട്ടുള്ള ബാക്കിയുള്ള റോഡുകളും ദീർഘകാല അപ്ഗ്രഡേഷൻ പ്രവർത്തനങ്ങൾക്കായി 2019 200 കോടി രൂപ വകയിരുത്തുന്നു. അങ്ങനെ മൊത്തം 629 കോടി രൂപയാണ് ശബരിമല റോഡുകൾക്കായിട്ട് സർക്കാരിൻ്റെ കാലത്ത് ചെലവഴിച്ചിട്ടുള്ളത്. ഇതിന് പുറമെയാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ സംസ്ഥാന സർക്കാർ 65 കോടി രൂപയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി 17 കോടി രൂപയും വഴി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി 17 കോടി രൂപയും ചെലവഴിച്ചിട്ടുള്ളത്. 2019-20 28 കോടി രൂപ നീക്കിവെക്കുന്നു. അങ്ങനെ ശബരിമലയ്ക്ക് വേണ്ടി മൊത്തം 739 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും KSRTCക്ക് 1000 കോടി, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് 4000 കോടി, ടൂറിസം മേഖലയ്ക്ക് 279, സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്ക് 1290 കോടി, ലൈഫ് മിഷൻ പദ്ധതിക്ക് 1290 കോടിയും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം അനിൽ അക്കര MLA, സജി ചെറിയാൻ MLA, N മാധവൻകുട്ടി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാജേഷ്, സാമ്പത്തിക വിദഗ്ധൻ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം ശ്രീ സജി ചെറിയാൻ, ഇതുവരെ ആകെ 46% പദ്ധതി പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഈ ബജറ്റിലാണെങ്കിൽ സാധാരണഗതിയിൽ ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെ ബജറ്റിൽ നൂതനമായ ആശയങ്ങളെങ്കിലുമുണ്ട്, ഇതിൽ അതുപോലും കാണാനില്ല. കഴിഞ്ഞ 10 വർഷത്തെ ബജറ്റ് എടുത്തു നോക്കിയാൽ ശ്രീ സജി ചെറിയാൻ, കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്തെങ്കിലും നമുക്ക് UDFൻ്റെയോ LDFൻ്റെയോ ബജറ്റിൽ കാണാൻ കഴിയുന്നുണ്ടോ? അതിൽ നിന്ന് അപവാദമല്ല പുതിയ ബജറ്റ് എന്ന വിമർശനമുണ്ട് എങ്കിൽ അതിനെ കുറ്റം പറയാനാകുമോ? ഇല്ല, ഇതിനകത്ത് നാം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 3 ബഡ്ജറ്റ്, ഇത് 4ാമത്തെ ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റിൻ്റെ 3 ഭാഗം നമ്മൾ കാണണം. ഒന്ന്, കേരളത്തിൽ തകർന്നടിഞ്ഞ ഒരു സാമ്പത്തിക സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആദ്യത്തെ ബഡ്ജറ്റ് ധനകാര്യമന്ത്രി അവതരിപ്പിച്ച് കേരളത്തിൻ്റെ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു പുതിയ കാഴ്ചപ്പാട് വെച്ചത്. അതിനുശേഷം വന്നിട്ടുള്ള 3 ബഡ്ജറ്റുകളുടെ കാലയളവ് പ്രതിസന്ധികളുടെ കാലയളവായിരുന്നു. അല്ല, എല്ലാ കാലഘട്ടത്തിലും നമുക്ക് പ്രതിസന്ധി ഉണ്ടാകുമല്ലോ. പക്ഷെ നമുക്ക് എന്താണ് മുന്നിൽ വെക്കാൻ എന്താണ് ഈ ബജറ്റിൽ ഉള്ളത് ശ്രീ സജി ചെറിയാൻ, ഒരു MLA എന്നുള്ള നിലയിൽ? സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഏതാണ്ട് 40,000 കോടിയോളം രൂപയുടെ വലിയ സാമ്പത്തിക നഷ്ടം വന്ന ഒരു പ്രളയത്തിന് ശേഷമുള്ള ഒരു ബഡ്ജറ്റ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം
നടപ്പാക്കാൻ നിശ്ചയിച്ച പദ്ധതികൾ നടപ്പാക്കുന്നതിന് ചില പ്രതിസന്ധികൾ പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായി. ഒന്ന്. രണ്ട്, കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സാമ്പത്തിക ക്രൈസിസ് നിസ്സാര കാര്യമായിട്ട് കാണണ്ട. ഇപ്പം നോട്ട് നിരോധനം, GST അടക്കമുള്ള പുതിയ സാമ്പത്തിക നയങ്ങൾ കേരളത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ആ ഒരു പ്രതിസന്ധിയാണ്. മൂന്നാമത്തെ പ്രശ്നം, ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട പദ്ധതി പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ തടസ്സമായി കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി രംഗത്ത് വന്നു. ഈ കാരണങ്ങൾ കൊണ്ട് നിരാശാജനകമായ ഒരു ബജറ്റാണ് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് അവതരിപ്പിക്കേണ്ടി വന്നത്. അതെ അതെ. അപ്പൊ അങ്ങനെ കേന്ദ്രത്തിന്റെ ഗവൺമെന്റിന്റെ നയങ്ങൾ, സംസ്ഥാനത്തുള്ള വിവേചനം, സംസ്ഥാനത്ത് UDFും BJP ഇപ്പോ ബഡ്ജറ്റ് മോശമാണെന്ന് താങ്കൾ കേട്ടോ എന്നറിയില്ല. താങ്കൾ ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് നിരാശാജനകമായ ബജറ്റാണ് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് അവതരിപ്പിക്കേണ്ടി വന്നത്. അല്ല, അത് തെറ്റായ കാഴ്ചപ്പാടാണ്. കേരളം കണ്ട ഏറ്റവും മഹത്തായ ഒരു ബഡ്ജറ്റാണ് തോമസ് ഐസക് അവതരിപ്പിച്ചത്. ഞാൻ ഈ സാഹചര്യങ്ങൾ നിന്നുകൊണ്ട് എല്ലാവരും പ്രതീക്ഷിച്ചു, ഈ വിഷമമായ ഒരു സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് അവതരിപ്പിക്കുന്ന ആശങ്ക ധനകാര്യമന്ത്രിക്ക് അടക്കം ഉണ്ടായല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ. പക്ഷെ ആശങ്കയെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കെടുത്താൽ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ് ഇന്ന് കേരളത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ്. ഏറ്റവും ജനക്ഷേമകരമായ ഒരു ബഡ്ജറ്റ്, കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ചും വികസനത്തെ സംബന്ധിച്ചും ശരിയായ ഒരു കാഴ്ചപ്പാട്, ദീർഘവീക്ഷണത്തോടുള്ള കാഴ്ചപ്പാട് ഈ ബഡ്ജറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അഭിമാനകരമായ മുഹൂർത്തമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ. കാര്യമായ ജനങ്ങൾക്ക് മറ്റ് നികുതിയോ മറ്റു കാര്യങ്ങളോ അടിച്ചേൽപ്പിക്കാതെ ജനക്ഷേമകരമായ ഒരു ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റ് ഒരുപാട് പ്രത്യേകത. ഇവിടെ നൂതനമായ ആശയങ്ങൾ ഐസക്കിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണോ? ഐസക്കിനെ കുറിച്ചൊരു വിമർശനം ഇത്തവണ പ്രീ ബജറ്റ് ഡിസ്കഷൻ വേണ്ട പോലെ ഉണ്ടായിരുന്നില്ല. ഐസക്ക് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ വേണ്ടത്ര ഉന്മേഷമുണ്ടായിരുന്നില്ല. നടക്കുന്ന കാര്യങ്ങളിൽ ഒന്നും താൻ അത്ര തൽപരനല്ല എന്ന നിലയിൽ ഐസക്കിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ചിലർ അനലൈസ് ചെയ്യുന്നുണ്ട്. ബോഡി ലാംഗ്വേജിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നൂതനമായ ആശയങ്ങൾ ഇല്ല എന്ന് പറയുന്നത് അത് കാണാനുള്ളൊരു താല്പര്യക്കുറവുകൊണ്ടാണ്. എന്നെ വളരെ പെട്ടെന്ന് ആകർഷിച്ച ഒരു നൂതന ആശയം ഞാൻ പറയാം. 90% സബ്സിഡിയാണ് മാലിന്യ നശീകരണ പ്ലാന്റുകൾ കൊണ്ടുവരുന്ന വ്യക്തികൾക്ക് ഗവൺമെൻറ് കൊടുക്കാൻ പോകുന്നത്. ഐസക്കിൻ്റെ ബുദ്ധിയിലല്ലാതെ എനിക്ക് കൃത്യമായി അറിയാം. അനുഭവത്തിൽ കൂടിയും ഐസക്കിൻ്റെ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു മേഖലയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അതിന് 90% സബ്സിഡി കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? 2, ഇലക്ട്രിസിറ്റിയിലേക്കുള്ള കൺവേർഷൻ, അത് പുതിയ പ്രശ്നങ്ങൾ ഉന്നയിക്കും. അത് പുതിയ ഏത് സംസ്ഥാനത്താണ്, ഏത് കേന്ദ്ര ബഡ്ജറ്റിലാണ് ഇത്തരം യുവാക്കളുടെ ഒരു പുതിയ കേരളത്തിന് ഉള്ള സങ്കല്പനം ഐസക് ഒരിക്കലും കൈവിട്ടിട്ടില്ല. പുതിയ കേരളത്തിലേക്കുള്ള സങ്കല്പനമാണോ അതോ ഇലക്ഷനിലേക്കുള്ള? ഞാൻ ഒരിക്കലും ഇലക്ഷൻ എന്താണ്? ഇലക്ഷൻ അദ്ദേഹം ധൈര്യപൂർവ്വം വൈനിനും ബിയറിനും സിമെൻറ്റിനും ഗ്രാനൈറ്റിനും ഏറ്റവും കേരളത്തിൽ ഇതുവരെ ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു സാമ്പത്തിക ഒരു ഫൈനാൻസിനും ചെയ്യാത്തൊരു കാര്യം ഞാൻ പറയാം. 3000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ നടക്കുന്ന കെട്ടിടങ്ങൾക്ക് ഗ്രേഡഡ് ആയിട്ടുള്ള ആഡംബര നികുതി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആളുകൾ ഒരു ധനകാര്യമന്ത്രിയും ധൈര്യപൂർവ്വം കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ കഴിയാത്തതാണ്. ഈ മാളികകൾ കെട്ടുന്ന കേരളത്തിൻ്റെ ഭവന നിർമ്മാണ സംസ്കാരത്തെ തന്നെ മാറ്റി കുടിക്കുന്നതാണ്. അപ്പോൾ പുതിയ ആശയങ്ങൾ തുളുമ്പി നിൽക്കുന്ന ഒരു ബഡ്ജറ്റാണെന്നാണ് ഞാൻ നികേഷിൻ്റെ കട്ടകവിരുദ്ധമായിട്ടുള്ള, വേറെ ഐസക്കുമായിട്ടുള്ള എൻ്റെ സൗഹൃദത്തിൻ്റെയോ അല്ലെങ്കിൽ CPM അനുഭാവം കൊണ്ട് പറയുകയല്ല, തീർച്ചയായിട്ടും ഇത്രയും നിരാശാജനകമായ, ഇത്രയും അവഗണന നേരിട്ട ഒരു സന്ദർഭം കേരളത്തിലുണ്ടോ? 30,000 രൂപയുടെ പുനരധിവാസ പരിപാടി ആവശ്യപ്പെടുന്ന ഒരു സംസ്ഥാനത്തിന് 600 കോടി മാത്രം നൽകുകയും അതിൻ്റെ സകല വാതിലുകളും അടച്ചിടുകയും ചെയ്ത ഒരു കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ, അതിന് കീഴിൽ ഈ ഐസക്കിൻ്റെ അദ്ദേഹത്തിന് നിരാശയുണ്ടെങ്കിൽ ആ വിഷയത്തിലായിരിക്കും നിരാശ. ഒരു കാര്യം, പിന്നെ ഏറ്റവും അത്ഭുതാവഹമായ ഒരു അച്ചീവ്മെൻറ്റ്, അതായത് കേരളത്തിലെ ഹൈസ്കൂളുകളിൽ 4000 ചില്ലാനും ഹൈസ്കൂളുകളിൽ എല്ലാം ബ്രോഡ്ബാൻഡ് വന്നിരിക്കുന്നു. കേരളത്തിൽ നിന്നല്ല, ഏത് സംസ്ഥാനത്തെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ 4000 ഹൈസ്കൂളുകളിൽ ഇന്ന് ഇൻ്റർനെറ്റ് അവൈലബിലിറ്റി ഉണ്ട്, ഡിജിറ്റലായിട്ടുള്ള പഠന ഉപകരണങ്ങൾ വന്നിരിക്കുന്നു. അത് പ്രൈമറി സ്കൂളിലേക്ക് നീട്ടാൻ പോകുന്നു. അപ്പോൾ ഇത് എന്താണ്? ഈ
മാതൃഭൂമി മനോരമ ഓൺലൈൻ പത്രങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത്തവണത്തെ ആശയങ്ങളില്ല എന്ന് പറയുന്നത് തന്നെ വളരെ കൃത്രിമമായി വില കൂടുതലാണെന്നുള്ള. എവിടെ വില കൂടുന്നെന്നാണ് പറയുന്നത്? വൈനിനും ഗ്രാനൈറ്റിനും വില കൂടിയതാണോ? കേരളത്തിൽ GSTയുടെ സ്ലാബ് ഈ 40 ലക്ഷത്തിൽ താഴെയാക്കി നിർത്തിയത് സെസ് ചുമത്തുന്നത് സാധാരണ കച്ചവടക്കാരിലെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലെ കച്ചവട വ്യാപാരി സംഘത്തിൽ നിന്ന് ഇതിനെക്കുറിച്ച് ഒരു വിമർശനം നിങ്ങൾ ഉന്നയിച്ചതായി കേട്ടോ? അതാണ് കേരളത്തിലെ മാന്ദ്യം. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളും ഉണ്ടാക്കിയ കമ്പോളത്തിലെ മാന്ദ്യം മാറ്റുന്നതിനുള്ള ഐസക്കിന്റെ വളരെ ശ്രദ്ധേയമായ, എന്നാൽ അധികം കവിതകളില്ല, അദ്ദേഹം കവിതകൾ കുറച്ചു കാര്യത്തിലേക്കാണ് നീങ്ങുന്നത്. അപ്പൊ താങ്കൾ മുട്ടിന് കവിത ഇല്ല, മുട്ടിന് കവിതയില്ല. പക്ഷേ അനിലക്കര, ഇത് തെരഞ്ഞെടുപ്പ് ബജറ്റ് തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയക്കാരൻ അവതരിപ്പിക്കുന്ന ബജറ്റ് തെരഞ്ഞെടുപ്പ് ബജറ്റ് ആയിരിക്കുമല്ലോ. ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ നിർണായകമായ കണക്ക് ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട്. അത് 1100 രൂപയായിരുന്നത് 1200 രൂപയാക്കുന്നു എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് UDF സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ 25% പേർ കൂടുതലായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതായത് 7500 കോടിയാണ് ഇപ്പോൾ ചെലവഴിക്കുന്നത്. ഇപ്പോൾ 600 കോടി കൂട്ടിച്ചേർക്കുമ്പോൾ, പുതിയ ബാധ്യത അനുസരിച്ച് 600 കോടി കൂട്ടിച്ചേർക്കുമ്പോൾ 8000 കോടിയിലേക്ക് അതിൻ്റെ ബാധ്യത ഉയരുകയാണ്. പിന്നെ കുടുംബശ്രീയുടേതായാലും മറ്റ് മേഖലയിലുള്ള വകയിരുത്തലായാലെല്ലാം തന്നെയും നോക്കൂ, നിങ്ങളുടെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി സ്കീം ദേശീയ തലത്തിൽ നൽകാൻ ആലോചിക്കുന്നുണ്ടല്ലോ, ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഉയർത്തി കാണിക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ കേരളം ഇടതുപക്ഷ സർക്കാരുകളുടെ കാലഘട്ടത്തിൽ വളരെ കാലം മുമ്പ് നടപ്പാക്കിയ ഒന്നല്ലേ ഈ മിനിമം ഗ്യാരണ്ടി സ്കീം? ഐസക് പറയുന്നു, ഞങ്ങളത് ഓരോ വർഷവും കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം 25% പേർ കൂടുതലായി ഇപ്പോൾ ആ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. നികേഷ, ഇത് തെരഞ്ഞെടുപ്പ് കണ്ട് പ്രഖ്യാപിച്ചതാണെന്ന് പോലും എനിക്ക് അഭിപ്രായമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഐസക്, ബഹുമാനായ തോമസ് ഐസക് ഒരു സീരിയസ് ആയ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. എൻ്റെ കയ്യിൽ ഈ പുസ്തകം ഇരിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ ആവേശപൂർവ്വം ഇന്നത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അവതരിപ്പിച്ചത് 25 പദ്ധതികളാണ്. ഈ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ 45-ാമത്തെ പേജിലാണ് കേരള ബോട്ട് ലീഗ് എന്ന് പറഞ്ഞ 15-ാമത്തെ പദ്ധതി അദ്ദേഹം അവതരിപ്പിച്ചത്. അതിനുശേഷം 44 പേജ് കഴിഞ്ഞു, 45, 46-ാമത്തെ പേജിൽ പദ്ധതി 17ആണ്. എന്ന് വെച്ചാൽ 16-ാമത്തെ പദ്ധതി ഈ പുസ്തകത്തിനകത്ത് കാണാനില്ല. അപ്പൊ എന്ന് വെച്ചാൽ അദ്ദേഹം അത് സീരിയസ് ആയിരുന്നില്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണത്. പിന്നെ നികേഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ, സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഉമ്മൻചാണ്ടിയുടെ അവസാന ഗവൺമെന്റിന്റെ 2ാമത്തെ വർഷം വരെ നമ്മുടെ സംസ്ഥാന സ്ഥിതി എന്തായിരുന്നു? ഒരു പഞ്ചായത്തിൽ ആകെ കൊടുത്തിരുന്ന പെൻഷൻ എന്ന് പറയുന്നത് വാർഷികകാല പെൻഷൻ 1100 രൂപ, 110 രൂപ, 110 ആൾക്കാണ് കൊടുത്തിരുന്നത്. വികലാംഗ പെൻഷൻ ഇതൊക്കെ 125 രൂപയിൽ താഴെയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ് കേരളത്തിൽ സമ്പൂർണ്ണ പെൻഷൻ പദ്ധതി നടപ്പിലാക്കി ഒരു പഞ്ചായത്തിൽ 2000-ഓളം ആളുകളെ ആക്കി ഉയർത്തിക്കൊണ്ടുവന്നത്. ആ 225 രൂപയിൽ നിന്നും ഒറ്റയടിക്കാണ് 600 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. 110 ആള് എന്ന സ്ഥലത്ത് നിന്നാണ് 2200-ലേക്ക് മാറ്റിയത്. ഇവിടെ രണ്ട് UDF-ന്റെയും LDF-ന്റെയും തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്തായിരുന്നു? പെൻഷൻ 1000 രൂപയാക്കി വർദ്ധിപ്പിക്കും, ഓരോ വർഷവും 100 രൂപ വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം 1200 വരണ്ടേ? 1100 രൂപയാക്കി. 18-19 വർഷത്തിൽ ആ 100 രൂപ ബഹുമാനായ തോമസ് ഐസക് വർദ്ധിപ്പിച്ചില്ലല്ലോ. ഐസക് അതിനെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഐസക് പറയുന്നത് ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നവരിൽ 25% പേരും സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വാങ്ങി തുടങ്ങിയവരാണ്. ആ പോയിന്റ് താങ്കൾ ഖണ്ഡിക്കുന്നുണ്ടോ? 1. 2, UDF അധികാരം ഒഴിയുമ്പോൾ 1966 കോടി രൂപയായിരുന്നു ചെലവഴിച്ചിരുന്നത് പെൻഷനുകൾക്ക്. ചെലവഴിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ശ്രീ അനിൽ അക്കരെ, ഒരു കാര്യമായ വിമർശനം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ ഉന്നയിക്കാതെ താരമില്ല. UDF സർക്കാരിന്റെ കാലത്ത് ഈ ക്ഷേമ പെൻഷനുകൾ ഉണ്ട് അവിടെ, പക്ഷെ കൊടുക്കാറില്ല എന്നുള്ളൊരു വിഷയമുണ്ട്, അല്ലെങ്കിൽ കൃത്യമായി കൊടുക്കാറില്ല എന്ന്. ഈ
സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സമയത്ത് അത് കൊടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പ്രധാന നേട്ടമായി LDF സർക്കാർ ഉയർത്തിക്കാണിക്കുന്നത്. താങ്കൾക്ക് അതിനെ ഖണ്ഡിക്കാനുണ്ടെങ്കിൽ മറുപടി പറയാം. നോക്കൂ, 1966 കോടിയായിരുന്നത് 7500 കോടിയായി ഇപ്പോൾ ചെലവഴിക്കുന്നു. നേരത്തെ 600 കോടി, ഇത് ഇപ്പോഴത്തെ ഈ 600 കോടിയും കൂടെ ചേർത്താൽ ആകെ 8000 കോടിയാകും. ഇതാണ് ഐസക് ഇതിനെ അവതരിപ്പിക്കുന്നത്. വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഐസക് അവതരിപ്പിച്ച കണക്ക് തെറ്റാണെങ്കിൽ പറഞ്ഞോളൂ. അല്ല, ഞാൻ വളരെ ക്ലിയർ ആയി പറഞ്ഞല്ലോ നികേഷേ. 110 ആൾക്ക് പെൻഷൻ കൊടുത്തിരുന്ന സ്ഥലത്ത് നിന്ന് ആ പെൻഷൻ 2000-ഓളം ആളുകൾക്കായി വർദ്ധിപ്പിച്ച എത്ര ശതമാനമാണ്? ഒരു പഞ്ചായത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കേരള സംസ്ഥാനത്ത് 1000-ഓളം പഞ്ചായത്തുണ്ട്. ആ 1000-ഓളം പഞ്ചായത്തിൽ 2000-ഓളം ആളുകൾക്കാണ് പെൻഷൻ വർദ്ധിപ്പിച്ചത്, എണ്ണം വർദ്ധിപ്പിച്ചത്. അന്ന് 225 രൂപയുണ്ടായിരുന്നതാണ് 600 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. അതിനെങ്ങനെ ചെറുതായി കാണാൻ പറ്റുക? ഐസക് പറയുന്നത് ശ്രീനിലക്കരെ തെരഞ്ഞെടുപ്പ് വർഷമാണിത്. നമുക്ക് വേണമെങ്കിൽ ഐസക്കിനെ ടെലിഫോൺ ലൈനിൽ വേണമെങ്കിൽ ശ്രമിക്കാം. ഐസക് പറയുന്നത് 8 മണിക്ക് ലൈവ് വന്നതുകൊണ്ട് ഐസക് ചിലപ്പോൾ 9 മണിക്ക് ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കാത്തത്. ഐസക് പറയുന്നത് ഇതാ, കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പെൻഷൻ കൊടുത്തവരുടെ എണ്ണം ഇത്ര. ഈ സർക്കാരിന്റെ കാലത്ത് പെൻഷൻ കൊടുക്കുന്നവരുടെ എണ്ണം 25% വർദ്ധിപ്പിച്ചിരിക്കുന്നു. താങ്കൾ ഇരിക്കുന്ന നിയമസഭയിലാണല്ലോ പറഞ്ഞത്, എല്ലാവരും കൈയടിക്കുന്നത് താങ്കൾ കേട്ടതാണല്ലോ. പിന്നെ എന്താ ഇവിടെ വന്നിട്ട് ഒരു തർക്കം? ഇത് എത്ര തവണ നമ്മൾ ചലഞ്ച് ചെയ്താണ്. കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിലെ പെൻഷൻ എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിൽ 110 വെച്ച് 1000-ഓളം പഞ്ചായത്തുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 10000. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഒരു പഞ്ചായത്തിൽ 2000 ആക്കി വർദ്ധിപ്പിച്ചു. 2000 എത്രയാണ്? 2 ലക്ഷത്തിൽ കൂടുതലാണ്. അനിലക്കരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനിലക്കരെ ഒരു കാര്യം ചെയ്യണം, ഈ കണക്കെടുക്കണം. വിവരാവകാശ പ്രകാരം എടുക്കാമല്ലോ. 2016 ഏപ്രിൽ മാസം വരെ ക്ഷേമ പെൻഷനുകൾ വാങ്ങിയവരുടെ 2016 മെയ് മാസത്തിന് ശേഷം ക്ഷേമ പെൻഷനുകൾ വാങ്ങിയവരുടെ എണ്ണം എത്ര? ഈ കണക്കുകൾ പരിശോധിക്കുക. എന്നിട്ട് ഐസക് പറഞ്ഞത് തെറ്റാണ് എങ്കിൽ അനിലക്കര പറയുന്നില്ല. അതെ, തീർച്ചയായിട്ടും അനിലക്കര പറയുന്നതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു കണക്ക് പറഞ്ഞാൽ ഇത് പറയുന്നതിന്റെ പൊള്ളത്തരം മനസ്സിലാവും. കേരളത്തിലെ 60 വയസ്സ് കഴിഞ്ഞവരിൽ 17% ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷം പെൻഷന് അർഹരായിട്ടുണ്ട്, മേടിക്കുന്നുണ്ട്. ആ കണക്കിന് മറുപടി പറയുക തന്നെ വേണം. അതിനപ്പുറത്ത് ശ്രീ അനിലക്കരെ, എന്റെ ചോദ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം മിനിമം ഗ്യാരണ്ടി സ്കീം കേരളത്തിന് പുറത്തും കേരളത്തിൽ വന്നതിന് ശേഷമാണ് അത് വളരെ കൃത്യമായി എന്താണ് എന്ന് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് അധ്യക്ഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് പണം ട്രാൻസ്ഫർ ആണ് എന്ന് ഇവിടെ മറൈൻ ഡ്രൈവിലെ പ്രസംഗത്തിലാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയത്. വിവിധ മാധ്യമങ്ങൾ ഇത് എന്താണ് ഈ മിനിമം ഗ്യാരണ്ടി സ്കീം എന്നൊരു ചോദ്യം ഉയർത്തിയിരുന്നു. ഇവിടെ വന്നതിന് ശേഷം, ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇത് പണം ട്രാൻസ്ഫർ തന്നെയാണ്. ഇന്ത്യ പോലൊരു സങ്കീർണമായ രാജ്യത്ത് ഇങ്ങനെ പണം ട്രാൻസ്ഫർ എങ്ങനെ സാധ്യമാകും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചല്ലോ. യഥാർത്ഥത്തിൽ കേരളം നടപ്പാക്കിയിരിക്കുന്നു. പെൻഷന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് പറയുന്ന കാര്യം നടപ്പിലാക്കുന്ന ഏത് രീതിയിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റുകയില്ലേ? ഒരു ഘട്ടമായിട്ട് ഇത് മുഴുവൻ ചെയ്യാൻ കഴിയും. പക്ഷേ ഇവിടെ പ്രശ്നം അത് കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നു LDF ഗവൺമെന്റ്. അത് അംഗീകരിക്കാതെ തരമില്ല. ഇനി താങ്കളുടെ മറുപടി. അല്ല, എന്താ എനിക്കിത് മനസ്സിലാവില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് പെൻഷൻ അല്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരു കുടുംബത്തിന് നിശ്ചിത വരുമാനമാണ് പറഞ്ഞത്. ഇവിടെ പെൻഷൻ അല്ല, ഞാനൊന്ന് പറയട്ടെ. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ലോ. പെൻഷൻ, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. എനിക്കിത് വളരെ കൃത്യമായി അറിയാം. എൻ്റെ പഞ്ചായത്തിൽ, കേരളത്തിലെ മറ്റു പഞ്ചായത്തുകളിൽ പെൻഷൻ എന്ന് പറയുന്നത് കോട്ടയായിരുന്നു. 100-110 ആളുകൾക്കാണ് വാർദ്ധക്യകാല പെൻഷൻ കൊടുത്തിരുന്നത്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി ചെല്ലുന്ന സമയത്ത് 2000 പെൻഡിങ് അപേക്ഷയാണ്. ഒരാളെ ആ പെൻഷനിൽ ചേർത്തണമെങ്കിൽ അന്നത്തെ നിയമം അനുസരിച്ച് ഒരു ഒഴിവ് വരണം. അങ്ങനെയാണ് ചേർത്തിരുന്നത്. ഒരു പഞ്ചായത്തിൽ 2500-ഓളം ആളുകളെ ആക്കിയത് ഉമ്മൻചാണ്ടി കേരളത്തിൽ നടപ്പിലാക്കിയ സമ്പൂർണ്ണ പെൻഷൻ പദ്ധതി പ്രകാരമാണ്. അങ്ങനെയാണ് ഒരു പഞ്ചായത്തിൽ 100 എന്നുള്ളത് 2000 വർദ്ധിപ്പിച്ചത്. ഞാൻ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് പറയാം. ഉമ്മൻചാണ്ടി കൊടുത്ത പെൻഷന്റെ ആളുകളുടെ, പുതിയ ആളുകളുടെ എണ്ണം എത്രയാണെന്ന് എടുക്കാം.
ഐസക് കൊടുത്ത ആളുകളുടെ എണ്ണം എത്രയാണെന്ന് എടുക്കാം. അത് അജഗജാന്തരമാണ് വ്യത്യാസം. ശരി, അനിൽ അക്കരെ, എന്തായാലും ഒരു പഞ്ചായത്തിന്റെ കണക്ക് അനിൽ അക്കര രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരു ആശയം. ആ ആശയം കേരളത്തിൽ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം സാർവത്രിക പെൻഷനിലേക്കുള്ള ഒരു വലിയ കാൽവയ്പ് ഇടത് ജനാധിപത്യ മുന്നണി നടത്തി എന്നുള്ളത് ലോക രാഷ്ട്രങ്ങളും യുണൈറ്റഡ് നേഷൻസ് പോലും അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് താങ്കൾ ഒരു പഞ്ചായത്തിൽ 100 പേരെ ഉള്ളൂ എന്നുള്ളത് താങ്കൾ ഏത് കണക്കാണ്? അനിൽ അക്കരെ ചിന്തിക്കുന്നത് ആ നിലയിലാണ്. കാരണം അദ്ദേഹം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ. പക്ഷേ ആകെ കേരളത്തിലെ ജനങ്ങളിൽ 17% ആളുകൾ 60 വയസ്സിൽ കൂടുതലുള്ളവർ ഇത്തരത്തിലുള്ള സാർവത്രികമായിട്ടുള്ള പെൻഷൻ പദ്ധതി ആസ്വദിക്കുന്നു. സജി ചെറിയാനിലേക്ക് പോയി ഞാൻ മടങ്ങിയെത്താം. ശ്രീ സജി ചെറിയാൻ, ചില കണക്കുകൾ അവതരിപ്പിച്ച് ഈ ഐസക്കിനെ കുറിച്ചുള്ള പരാതി എപ്പോഴും അതാണ്, പൈസ ഇല്ലല്ലോ കയ്യിൽ, ചെപ്പടി വിദ്യ എപ്പോഴും ഐസക്കിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഐസക് അതങ്ങോട്ട് പൊലിപ്പിച്ച് കൊണ്ടുപോയിക്കോളും എന്നുള്ളതാണ്. ഈ ബജറ്റിൽ ചില കണക്കുകൾ പറയുമ്പോഴും അങ്ങനെ ചെപ്പടി വിദ്യ കാട്ടി എന്നാണ് അനിൽ അക്കര എന്ന താങ്കളുടെ സഹപ്രവർത്തകൻ പറയുന്നത്. എനിക്ക് ആദ്യം മറുപടി പറയാനുള്ളത്, ധനകാര്യമന്ത്രിയുടെ ശാരീരിക സ്ഥിതി അത് ബഡ്ജറ്റിന്റെ അവതരണത്തിൽ നിരാശാജനകമായി അദ്ദേഹം അവതരിപ്പിച്ചു എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തേക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം നല്ല സ്മാർട്ടായിട്ട് തന്നെയാണ് അവതരിപ്പിച്ചത്. യാതൊരു കുഴപ്പം അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നത്. രണ്ട്, അദ്ദേഹം വളരെ സംതൃപ്തനായിട്ടാണ് ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ടത്. അതിനകത്തൊന്നും യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, 16ാമത്തെ ഒരു പ്രഖ്യാപനം, 25 പ്രധാന പദ്ധതികൾ പ്രഖ്യാപിച്ചു. അത് 16 എന്ന് പറഞ്ഞാൽ ടൂറിസവുമായി ബന്ധപ്പെട്ടാണ്. തലശ്ശേരി, അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ പുതിയ ടൂറിസ്റ്റ് ഹബ്ബുകൾ വരികയാണ്. അതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. മൂന്നാമത്തെ കാര്യം, ഈ ക്ഷേമ പെൻഷൻ 42 ലക്ഷം ആളുകൾക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്ത് ഇത് കൊടുക്കുന്നത്. അതിൽ നികേഷ് പറഞ്ഞതുപോലെ 25% പുതിയതായി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉൾപ്പെടുത്തിയവരാണ്. 1100 രൂപയാണ് പെൻഷൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊടുത്തത്. ഈ വർഷം 100 രൂപയുടെ വർദ്ധിപ്പിച്ച് 1200 രൂപ വെച്ച് കൊടുക്കുന്നു. ഇവിടെ കാണേണ്ട ഒരു പ്രശ്നം, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോൾ 14 മാസമായിരുന്നു കുടിശ്ശിക. ഈ കുടിശ്ശിക ഒറ്റയടിക്ക് കേരളത്തിൽ 7533 കോടി രൂപ ചിലവഴിച്ച് ഈ സംസ്ഥാനത്തെ ഏറ്റവും ദുർബലരായ പാവപ്പെട്ട മനുഷ്യന് ഇന്ന് കൃത്യമായി ഈ നിമിഷം വരെ കൊടുക്കുന്ന ഒരു സർക്കാരിനെ ഒരു നല്ല വാക്ക് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുമെന്നാണ് എൻ്റെ സുഹൃത്ത് അപ്രീഷിയേറ്റ് ചെയ്യാൻ കരുതി. അത് പറയാൻ അദ്ദേഹത്തിന് രാഷ്ട്രീയമായ ബുദ്ധിമുട്ടുണ്ടാവും. ഇനി നാലാമത്തെ പ്രശ്നം, അദ്ദേഹത്തിന്റെ ഈ ബുദ്ധിപരമായ പ്രഖ്യാപനങ്ങൾ, എവിടുന്നാണ് പണം? നികേഷിന് ഒരാശങ്കയും വേണ്ട. കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള നല്ല പരിശ്രമത്തിൽ ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പദ്ധതി പ്രവർത്തനം, 2 കിബി വഴിയുള്ള ഞങ്ങളുടെ പദ്ധതികൾ. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ സുഹൃത്ത് അന്ന് തന്നെ പറയട്ടെ, ഇന്ന് രാവിലത്തെ അദ്ദേഹത്തെ ചർച്ച ഞാൻ ടെലിവിഷനിൽ കേട്ടു. 2 ആശുപത്രി, പ്രാഥമിക ആശുപത്രികൾ രാജീവ് എബ്രഹാമിന് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ പറഞ്ഞു എനിക്ക് 2 അല്ല 5 കിട്ടി. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ റോഡ് ഫണ്ടിങ് ഉണ്ടായൊരു കാലമുണ്ടോ? കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ശ്രദ്ധേയമായ പ്രവർത്തനം, സംശുദ്ധമായ പ്രവർത്തനം, അതിന് എത്രായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് കേരളത്തിലെ റോഡ് ഗതാഗത മേഖല നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഭവന നിർമ്മാണം, നികേഷ് 54,300 പേർക്ക് വീട് കൊടുത്തു കഴിഞ്ഞു. അതായത് പെൻഡിങ് ആയിരുന്നു, അതായത് വീട് പണി പൂർത്തീകരിക്കാത്തവർക്ക്. ഏതാണ്ട് 1,71,000 ആൾക്ക് ആദ്യ ഗഡു കൊടുത്തു കഴിഞ്ഞു. ഏതാണ്ട് 91,000 ആൾക്ക് ഇപ്പോ വീട് കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. 6.5 ലക്ഷം ആളുകളെ കണ്ടെത്തി. ഈ ഗവൺമെന്റ് കാലത്ത് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനമല്ലേ നികേഷ് നടക്കുന്നത്? കേരളത്തിന്റെ കാർഷിക മേഖല, നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രളയമുണ്ടായി, 2,500 കോടി രൂപ ഇപ്പോൾ ഈ ഗവൺമെന്റ് മാറ്റിവെച്ചു കൃഷിക്ക് വേണ്ടി. ഈ പ്രളയത്തിന്റെ ഭാഗമായി ഭൂമിയുടെ ഘടനയെ മാറ്റം വരുമെന്ന് പറഞ്ഞു, പേടിച്ചുപോയി. മണ്ണിന്റെ ഘടനയെ മാറ്റം വരുമെന്ന് പേടിച്ചുപോയി. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതിജീവിച്ച് 10,000 ഹെക്ടർ പുതുതായിട്ട് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കൃഷി ആരംഭിച്ചു. എന്റെ മണ്ഡലത്തിൽ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ച് എന്റെ മണ്ഡലത്തിൽ 1000 ഏക്കർ സ്ഥലത്ത് നിലവിലുള്ള കൃഷി തുടരുകയും പുതിയതായി 1000 ഏക്കർ കൃഷി ആരംഭിക്കുകയും ചെയ്തു. ഏത് മേഖലയിലാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖല എടുക്കുക? ഞാൻ ചോദിക്കട്ടെ, 54,000 ക്ലാസ് മുറികൾ ഇന്ന് സ്മാർട്ട് ക്ലാസ് മുറികളായി മാറിയില്ലേ? ഈ വർഷം രാജേഷ്, ഇവിടെ നോക്കൂ, GST-യിൽ നിന്നുള്ള വരുമാനം 30% വർദ്ധിക്കും എന്നായിരുന്നു ഡോക്ടർ ഐസക്
കഴിഞ്ഞ വർഷം വരെ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നത് ഐസക് GSTയുടെ കാര്യത്തിൽ വലിയ എടുത്തുചാട്ടക്കാരനാണ് എന്നുള്ളൊരു പരാതി പൊതുവേ ഉണ്ട്. UDF കാലത്ത് 12% 25% വർദ്ധിപ്പിക്കാനാകുമെന്നും ഇക്കഴിഞ്ഞ 3 വർഷം കൊണ്ട് അത് 10% ഐസക്കിന് തന്നെ കുറയ്ക്കേണ്ടിയും വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 30%-ലേക്കുള്ള കുതിച്ചുചാട്ടം ഐസക് സ്വപ്നം കാണുന്നു. ഇപ്പോൾ റവന്യൂ കമ്മി 2.21 നിന്ന് 1% കുറയ്ക്കണം, ധനക്കമ്മി 3.61 നിന്ന് 3% കുറയ്ക്കണം എന്നുള്ളത് എത്തിപ്പെടാൻ കഴിയാത്ത സാമ്പത്തികമായിട്ടുള്ള ടാർഗറ്റായിട്ടാണ് ഇപ്പോൾ ധനകാര്യ വിദഗ്ധർ കാണുന്നത്. ഇതുവരെയുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ 46%. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ശ്രീ സജി ചെറിയാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രളയാനന്തര കേരളത്തെയാണ് ഐസക് എന്ന ധനകാര്യ മന്ത്രിക്ക് കണക്കുപിള്ളയ്ക്ക് നേരിടാനുള്ളത്. ഉള്ളതിൽ വെച്ച് പരമാവധി എല്ലാവരെയും തൃപ്തിപ്പെടുത്തി, എല്ലാ മേഖലകളെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഡോക്ടർ ഐസക്കിന് സാധിച്ചിട്ടുണ്ടോ? ശ്രീ നികേഷ് ചോദിച്ച ചോദ്യത്തിൽ തന്നെ ചില ആൻസറുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം അദ്ദേഹം പറഞ്ഞത് 16% എക്സ്പെൻസസ് വർദ്ധിക്കുമ്പോൾ 10% റവന്യൂ ഗ്രോത്ത്, ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ GST 10% നിന്നും 20% വരുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹം അന്ന് കണ്ടെത്തിയ ലോജിക്ക് എന്ന് പറഞ്ഞാൽ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്, ഇവിടുത്തെ കൺസംഷൻ വർദ്ധിക്കും, ആ കൺസംഷൻ്റെ വർധനവ് മുഖാന്തരമാണ് ഈ എമൗണ്ട് GSTയിലെ വർധനവ് എനിക്ക് കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്നത് വിശ്വസനീയമായ ഒരു കാര്യം തന്നെയായിട്ടാണ് നമ്മളെല്ലാവരും കരുതിയത്. അതൊരു പുറകോട്ട് പോയി. കാരണം GSTയുടെ ഗ്രോത്ത് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം ഉണ്ടായത്. ഒരുപക്ഷെ ഈ ഇരിക്കുന്ന ടെലിവിഷൻ ഇൻഡസ്ട്രി പോലും വലിയ നിലയിൽ മോശമായി ബാധിച്ച വർഷമാണത്. അപ്പൊ എല്ലാ മേഖലയിലും കച്ചവട പീടിക മുതൽ എല്ലാ മേഖലയും ഐസക്കിനല്ല തെറ്റുപറ്റിയിട്ടുള്ളത്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഉത്തരവാദി ആരാണ്? അത് സാഹചര്യമായിട്ടാണോ പറയാൻ താങ്കളൊരു ചോദ്യം ചോദിച്ചു, ഞാൻ അതിന്റെ ഒരു ആൻസറിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇപ്പോഴത്തെ 30% അറ്റൈനബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതിന്റെ ലോജിക്ക് എന്താണ്? ഈ 30% എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? പിന്നെ ഞാൻ ചോദിക്കട്ടെ, അതായത് 2 വർഷം മുമ്പ് നമ്മൾ മാന്ദ്യത്തിന് ഒരു 1200 കോടി പ്രഖ്യാപിച്ചു. 1200 കോടി മാന്ദ്യം പാക്കേജ്, അത് കഴിഞ്ഞ് 10,000 × 10,000 പ്ലാന്, ഓക്കി പാക്കേജ്, ഇതിന്റെയൊക്കെ ഒരു വിലയിരുത്തൽ എവിടെയുള്ളത്? കഴിഞ്ഞ വർഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എവിടെയെങ്കിലും അദ്ദേഹം പറഞ്ഞോ? ഏതെങ്കിലും കാര്യം പറഞ്ഞോ? രണ്ടാമത് കിട്ടാക്കടം, എത്ര കിട്ടാക്കടമാണ് പബ്ലിക് സെക്ടർ യൂണിറ്റിലൊക്കെ കിടക്കുന്നത്? ഇതിന്റെ ഭാഗത്ത് ഉണ്ടായ എന്ത് എഫേർട്ടാണ് ഗവൺമെന്റ് എടുത്തത്? അത് വരുമാനമായിട്ട് വരേണ്ട കാര്യമല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര വരുമാനം നേടിയെടുത്തു, റെസീപ്റ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സജഷൻ അദ്ദേഹത്തിന് നടത്താൻ പറ്റിയിട്ടുണ്ടോ? എങ്ങനെ ടൂറിസത്തെയോ താങ്കൾ കൃത്യമായി പോയിന്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. സജി ചെറിയാൻ അതിന് കൃത്യമായി പോയിന്റായി മറുപടി. 30% നികുതി കൂടുതലായി എങ്ങനെ ലഭിക്കും എന്നതിനെ സംബന്ധിച്ച് ബഡ്ജറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഒരു കാര്യം മനസ്സിലാകേണ്ടത്, GST ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് ലഭിക്കേണ്ട നികുതി ഇനത്തിൽ 13% ഇനിയും കിട്ടും എന്ന് ഗവൺമെന്റ് പ്രതീക്ഷയുണ്ട്. നികുതി പിരിവിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട നില ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. ആ നിലയിൽ 13% ഗവൺമെന്റിന്റെ നികുതി ഇനത്തിൽ വരുവാനും പ്രതീക്ഷിക്കുന്നു. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച ഒരു സംശയം വേണ്ട. ഈ കഴിഞ്ഞ 4 തവണത്തെ ബഡ്ജറ്റ് മാർക്കറ്റിൽ നല്ല നില ഇടപെടാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങളുടെ തിരിച്ചടി ഉണ്ടെങ്കിൽ പോലും ഡിമാൻഡ് വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ മേഖല നല്ല മാറ്റം വരുന്നുണ്ട്. ആ നിലയിൽ ഈ പുതിയ 1,24,000 കോടി രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ച്, കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ വലിയ തോതിലുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ച് ഇംപ്ലിമെന്റേഷൻ പോകുമ്പോൾ ഒരു 14% വളർച്ച, സാമ്പത്തിക വളർച്ച പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏതാണ്ട് 27% വരുന്നുണ്ട്. പിന്നെ വരുന്നതിന് 3%. ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, വാറ്റ് കുടിശ്ശിക അത് പിരിച്ചെടുക്കാനുള്ള ശക്തമായ നടപടി കൂടി സ്വീകരിക്കുമ്പോൾ 30% നികുതി കൂടുതലായി തീർച്ചയായിട്ടും ഈ കേരളത്തിന്റെ ഈ ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുന്നു. അത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെലവ് ചുരുക്കാതെ തന്നെ കൂടുതൽ പദ്ധതികൾ കൂട്ടിച്ചേർത്തു. അതാണ് ഇതിനകത്തുള്ള വ്യത്യാസം. കഴിഞ്ഞ നമ്മുടെ പദ്ധതി വകയിരുത്തിയ തുകയേക്കാൾ കൂടുതൽ തുക
കൂടുതൽ പദ്ധതികൾ ചെലവ് ചുരുക്കാതെ കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നത് ഒരു മഹാ അത്ഭുതമാണ്. ഇതൊരു മാജിക്കല്ല. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി ഹൃദയത്തിൽ സ്വീകരിച്ചു ഈ ബഡ്ജറ്റ്. അതുകൊണ്ടാണ് UDF വല്ലാത്ത പ്രശ്നമുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്തുകൊണ്ടാണ് UDFും പ്രതിപക്ഷവും വിഷമിക്കുന്നത്? ഇത്രയും ഒരു മാറ്റം കേരളത്തിൽ വരുന്നത് അവർക്ക് തന്നെ അറിയാം. എൻ്റെ സുഹൃത്തുക്കളായ UDF MLA-മാർക്കൊക്കെ വളരെ സന്തോഷമാണ്. കാരണം ഒരു കാലത്തുമില്ലാത്ത വികസനങ്ങൾ അവരുടെ മണ്ഡലത്തിൽ വരുന്നു. ഞങ്ങൾക്ക് എവിടെങ്കിലും ഒരു പ്രത്യേക കോടി രൂപ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. 10 പൈസ പോലും ചെലവഴിച്ചില്ല എന്നാണ് അല്പം മുമ്പ് ശ്രീ രാജേഷ് പറയുന്നത്. അവിടേക്ക് എത്തുന്നില്ല താങ്കൾ? നികേഷ്, മത്സ്യത്തൊഴിലാളികളുടെ ഒരു പാക്കേജ് 2000 കോടി രൂപയുടെ പ്രഖ്യാപിച്ചു. ഇതൊരു വായ്പാ പദ്ധതിയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതൊന്നുമല്ല. ആ വായ്പാ പദ്ധതി സംബന്ധിച്ച് പഠനം നടത്താൻ 10 കോടി രൂപ മാറ്റിവെച്ചു. കേക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്നാൽ ആ പഠന റിപ്പോർട്ട് വന്ന് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ താമസം വന്നതുകൊണ്ട് കിഫ്ബി വഴി 900 കോടി രൂപയുടെ പദ്ധതി തീരദേശ മേഖലയിൽ നടപ്പാക്കി തുടങ്ങി. ഈ വസ്തുത എന്താ മറച്ചു വെക്കുന്നത്? ഞാൻ തീരത്തിന് സംരക്ഷണം 252 കോടി രൂപ, അതുപോലെ തന്നെ ഹാർബർ നിർമ്മാണം 220 കോടി രൂപ, 10,000 പേരെ തീരത്തുനിന്ന് മാറ്റുന്നതിന് 100 കോടി രൂപ, മത്സ്യ മാർക്കറ്റുകൾ നിർമ്മിക്കുന്നതിന് 50 കോടി രൂപ, തീരദേശ റോഡുകൾ നിർമ്മിക്കുന്ന 300 കോടി രൂപ. ഒരു മിനിറ്റ് രാജേഷ് പറയട്ടെ, എന്തോ പറയുന്നുണ്ട്. ഞാൻ അങ്ങോട് വളരെ സ്നേഹത്തോട് ചോദിക്കുകയാണ്. ഈ പ്രളയ സമയത്ത് അങ്ങയുടെ കരച്ചിലൊക്കെ ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ബാലൻസ് ആയിട്ട് 5500 കോടി ഇവിടെ നിൽക്കുന്നുണ്ട്. പാണ്ടനാട്ട് അങ്ങേരുടെ സ്ഥലത്ത് ആളുകൾക്കെല്ലാം വീടുകൾ കിട്ടിയിട്ടുണ്ടോ? ഇന്നലെ നമ്മുടെ കൃഷി മന്ത്രി സുനിൽകുമാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കിഴി കിട്ടിക്കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ ഈ വീടുകൾ? അതിൻ്റെ ഓണർഷിപ്പ് കണ്ടെത്തണം. ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളുണ്ട്. ഇതുകൊണ്ട് ഇത് കുറച്ചൊക്കെ ലാഗ് ചെയ്യും എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത്, ഇത്ര കണ്ട് പ്രവർത്തനം കഴിഞ്ഞ വർഷം അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന അത് നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ, ആ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് തന്നെ. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് അന്ന് പറഞ്ഞു, ഇതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഞാൻ എൻ്റെ അടുത്ത ബഡ്ജറ്റിൽ കൃത്യമായി കാണിക്കുന്നു. പ്രോഗ്രസ് റിപ്പോർട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കിയതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണഭോക്തമായ ഒരു കാര്യം നടന്നു എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് തുറന്നു പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ? എന്താണ് കിഫ്ബിക്ക് ഇത്ര ആരോപണങ്ങൾ നേരിടുന്നത്? കിഫ്ബി എന്ന് പറയുന്ന ഒരു സംഗതിയിലൂടെ ഏതൊക്കെ പ്രോജക്റ്റുകളാണ് നടപ്പാക്കിയത്? ചെറിയ പ്രോജക്റ്റ് ആണോ? എന്താണ് പ്രോജക്റ്റ് റിവ്യൂ നടത്തിയത്? ഒരു പ്രോജക്റ്റ് നടക്കുമ്പോൾ അതിൻ്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരു ഇൻഫർമേഷനും ഇല്ല. എന്ത് പറയുമ്പോഴും കിഫ്ബി ത്രൂ ഞങ്ങൾ നടപ്പാക്കുന്നു പറഞ്ഞു. ഇപ്പോൾ 24 എണ്ണായി. അടുത്ത വർഷം വേറൊരു 24 പറയുന്നത്. ഇതിന്റെ ഒരു പ്രോഗ്രസ് ഇല്ല. ഇത് എവിടെ നടപ്പാക്കി? ഇനി അടുത്ത ചർച്ച അടുത്ത ബഡ്ജറ്റിൽ മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ മാത്രം പറയുന്നില്ല. ആര് ഹാപ്പി ആയി എന്നാണ് ഈ പറയുന്നത്? രാജേഷ് എന്ന് പറയുന്ന എന്റെ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, എന്റെ നാട്ടിൽ പാണ്ടനാട് പഞ്ചായത്തിൽ മാത്രമല്ല 149 പേർക്കാണ് വെള്ളപ്പൊക്കത്തിൽ വീടൊഴുകിപ്പോയത്. ഈ 149 പേർക്കും പണം കൊടുത്തു കഴിഞ്ഞു. രാജേഷ്, നിങ്ങൾ പിന്നെ വല്ലവരും പറയുന്നത് കേട്ട് വർത്തമാനം പറയരുത്. 2 പേർക്ക് പാണ്ടനാട്ടിൽ വീട് കൊടുക്കാൻ കഴിയാത്ത എന്താ? അവർക്ക് സ്വന്തമായ ഭൂമിയില്ല. എന്നാൽ അവിടെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് അവർക്ക് സ്ഥലം ഇപ്പോൾ തയ്യാറാക്കി വീട് വെച്ച് കൊടുക്കാൻ പോവുക. ഞാൻ നിങ്ങളെ ആ കാര്യത്തിൽ വെല്ലുവിളിക്കുകയാണ്. എൻ്റെ മണ്ഡലത്തിൽ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായി വീട് നഷ്ടപ്പെട്ട ഒരാൾക്ക് വീട് കൊടുത്തില്ല നിങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പ്രോഗ്രസ് റിപ്പോർട്ട് ഈ പറയുന്ന ആള് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി മുൻകൈയെടുത്തല്ലേ ആദ്യത്തെ വർഷം 2ാമത്തെ വർഷം പ്രോഗ്രസ് റിപ്പോർട്ട് ഇറങ്ങിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, 2 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ വായിക്കണ്ടേ? ഞാനത് പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങൾ പറയുമ്പോൾ കിട്ടിയില്ലല്ലോ, ഞാനത് പറയട്ടെ. ഈ വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ താമസിക്കാൻ സാധ്യതയുണ്ട്. പ്രോഗ്രസ് റിപ്പോർട്ട് എന്താണെന്നുള്ളത് അച്ചടിച്ച് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കണം. ഏത് മേഖലയിലാണ് നടപ്പാക്കിയ ഏതെല്ലാം പദ്ധതികൾ എങ്ങനെയെല്ലാം ആണെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി ഈ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ധനകാര്യമന്ത്രി നേതൃത്വത്തിൽ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി എവിടെങ്കിലും കാണാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിന്റെ പ്രശ്നമല്ല. അനിൽ അക്കരെ, ഈ കിഫ്ബി എല്ലാ MLA-മാരിലും ഒരേപോലെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, അതോ ഇത് ഭരണകക്ഷി MLA-മാരുടെ ലീലാവിലാസങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ?
അല്ല, ഇത് വളരെ രസകരമായ കാര്യമാണ്. ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ എന്റെ മണ്ഡലത്തിൽ ഒരു 4-5 ആർദ്രം പദ്ധതി തുടങ്ങിയതാണ് പറയുന്നത്. ഈ ആർദ്രം പദ്ധതി എന്താ സജി ചെറിയാന്റെ ചെങ്ങന്നൂർ തുടങ്ങാൻ പറ്റാതിരുന്നത്? അതിന്റെ കാര്യം വേറെ ഒന്നുമില്ല. കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് അന്നത്തെ MLA മാർ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയായ മണ്ഡലങ്ങൾക്ക് അത് അനുവദിച്ചു. അപ്പൊ അവിടെ CN ബാലകൃഷ്ണൻ നേരത്തെ പണി കഴിച്ച കൈപ്പറമ്പിലെ പ്രൈമറി ഹെൽത്ത് സെന്റർ പുതിയ കെട്ടിടമാണ്. തെക്കങ്കര ഗ്രാമപഞ്ചായത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്റർ പുതിയ കെട്ടിടമാണ്. അവിടെയാണ് 2 ആദ്യം അനുഭവിച്ചത്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതനുസരിച്ചാണ് അനുവദിക്കുന്നത്. അങ്ങനെയാണ് ഈ ആർദ്രം പദ്ധതി അനുവദിക്കുന്നത്. ഈ ആർദ്രം പദ്ധതി വലിയ കാര്യമെന്ന രീതിയിലാണ് പറയുന്നത്. അവിടെ ശമ്പളം കൊടുക്കുന്നത് പഞ്ചായത്തുകളാണ്. ഞാൻ പദ്ധതി മോശമാക്കിയല്ല പറയുന്നത്. ഇവിടെ ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം എന്താ? കഴിഞ്ഞ 2-3 വർഷക്കാലത്ത് GST വരുന്ന സമയത്ത് തോമസ് ഐസക് വലിയ താല്പര്യത്തിലായിരുന്നു. വലിയ രീതിയിലുള്ള ടാക്സ് നമ്മുടെ സംസ്ഥാനത്ത് വരുമെന്ന് കണക്കാക്കിയാണ് കിഫ്ബി ഉണ്ടാക്കിയത്. ഞാൻ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിനകത്ത് കിഫ്ബി GST വന്ന സമയത്ത് ഞാൻ വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു. കേരളത്തിലെ പഞ്ചായത്തുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രദർശന നികുതിയും വിനോദ നികുതിയും കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷനും തൃശ്ശൂർ കോർപ്പറേഷനും ഒരുപാട് പഞ്ചായത്തുകൾ. അപ്പൊ അത് എങ്ങനെ മറികടക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ബഡ്ജറ്റിലും പറഞ്ഞു, അതിന് മുമ്പ് പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടാക്സ് അടിസ്ഥാന ടാക്സ് ആക്കി കണക്കാക്കി ഓരോ വർഷവും 15% വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അതൊന്നും പണം പൂർണ്ണമായി കൊടുത്തിട്ടില്ല എന്നത് പോട്ടെ, പക്ഷെ ഒരുപാട് ടാക്സ് വരുമെന്ന് കണക്കാക്കിയിട്ടാണ് അദ്ദേഹം ഒരു ഗ്രഹപാഠത്തിലേക്ക് പോകാതെ അതിനകത്ത് ഒറ്റയടിക്ക് തീരുമാനമെടുത്തത്. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇന്നത്തെ ബഡ്ജറ്റിൽ അദ്ദേഹം പറഞ്ഞു വിനോദ നികുതി 10% അഡീഷണലായി പഞ്ചായത്തുകൾ പിരിക്കാമെന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന 22.5% മാറി പിന്നീട് 18 പിന്നെ 15 നിന്നിരുന്ന വിനോദ നികുതി നമ്മുടെ സംസ്ഥാനത്ത് GST വന്നപ്പോൾ 18% വർദ്ധിപ്പിച്ചു. ആ വർദ്ധിപ്പിച്ച 18% അവിടെ നിൽക്കുകയും ഇപ്പൊ വീണ്ടും പഞ്ചായത്തുകളോട് 10% പിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 28% വിനോദ നികുതി പോവുകയാണ്. പക്ഷേ അനിൽ അക്കരെ, അതിന് താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ ആ തീരുമാനത്തെ? അതാണ് താങ്കൾ ഒരു പഞ്ചായത്തിന്റെ കാര്യം തുടർച്ചയായി പറയുകയാണ്. താങ്കൾ അങ്ങനെയാണെങ്കിൽ മനസ്സിലായില്ല. അല്ല, അങ്ങനെ വികസന രാഷ്ട്രീയത്തെ ഒരാളാണ് അനിൽ അക്കരെ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് 10% വിനോദ നികുതി പിരിക്കാനുള്ള അവകാശം തിരികെ കിട്ടുകയാണ്. താങ്കൾ സ്വാഗതം ചെയ്യുന്നില്ലേ? അല്ലല്ല, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കും. ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണ ഈ ടാക്സ് പഞ്ചായത്തുകളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം GSTയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്നപ്പോ തോമസ് ഐസക് പറഞ്ഞത് നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന ടാക്സ് നിങ്ങൾക്ക് ലഭിക്കും, അതിനു പുറമെ ഓരോ വർഷവും 15% വർദ്ധിക്കും എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷവും ഈ വർഷവും കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ പണം കൊടുക്കാതെയാണ് ഇപ്പൊ പഞ്ചായത്തുകളോട് 10% പിരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. 10% കിട്ടിയാൽ പോരാ. ഞാൻ പറയുന്നത് 15% പഞ്ചായത്തിൽ കിട്ടണം. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ 5% പഞ്ചായത്തുകൾക്ക് നഷ്ടം വരികയാണ്. താങ്കൾ അതിനെ എതിർക്കുകയാണ് ആ നിർദ്ദേശത്തെ, അല്ലേ? അല്ല, അതല്ല, കഴിഞ്ഞ 2 വർഷം അത് ഞാൻ പറഞ്ഞത് 15% പഞ്ചായത്തുകൾ കിട്ടണം. ഈ 10% പറയുന്നില്ല. നോക്കൂ, അത് മാത്രമല്ല ശ്രീ അനിൽ അക്കരെ, ഇത് സ്ത്രീ ശാക്തീകരണത്തിലുള്ള ബജറ്റാണ്. നമ്മൾ കവിത എന്നൊക്കെ കളിയാക്കി പറയുമ്പോൾ പോലും ഈ കാലഘട്ടം ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുന്നത് സ്ത്രീ ശാക്തീകരണമാണ്. നമുക്ക് പദ്ധതി നടത്തിപ്പിൽ വലിയ അപാകതകൾ 2 ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ എപ്പോഴൊക്കെ കുടുംബശ്രീക്ക് ബജറ്റിൽ പദ്ധതികൾ അനുവദിച്ച് നൽകിയിട്ടുണ്ടോ ആ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നതിന് കുടുംബശ്രീകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തവണ 1420 കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതെല്ലാം തന്നെയും നൂതനമായ മാർഗങ്ങളാണ്. 2 കാര്യങ്ങളിൽ, കുടുംബശ്രീ മാത്രമല്ല, ടൂറിസത്തിനും മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ അതിൻ്റെ മാർക്കറ്റിങ്ങിൽ, വിപണനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്വകാര്യ ഏജൻസികളെ സഹായിക്കുന്നതിന് വേണ്ടി 35 കോടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ ടൂറിസം മേഖല പ്രളയത്തിന് ശേഷമുള്ള നമ്മൾ വലിയൊരു വരുമാന സ്രോതസ്സാണ്. അതിന് കൊടുത്തിരിക്കുന്ന ഊന്നൽ അത് വളരെ പ്രധാനമാണ്. അത് കാണാതിരിക്കാൻ കഴിയില്ല. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ സർക്കാർ കാണിക്കുന്ന ആ ഒരു കാര്യക്ഷമത ഇപ്പോൾ ഈ കുടുംബശ്രീയുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. കുടുംബശ്രീയുടെ കാര്യത്തിൽ ഞാൻ തോമസ് ഐസക്കിന്റെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യാൻ. പക്ഷേ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാത്തൊരു കാര്യമുണ്ട്. കേരളത്തിൽ കുടുംബശ്രീ എത്രയോ തവണ, എത്രയോ മുൻപ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്തു. എത്രയോ ബ്രാൻഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങി. കേരളത്തിന്റെ ചരിത്രത്തിൽ കുടുംബശ്രീ ഏറ്റെടുത്ത ഏറ്റവും ബൃഹത്തായ പദ്ധതിയാണ് ആശ്രയ പദ്ധതി. ശ്രീ A.K. ആന്റണി മുഖ്യമന്ത്രിയായ സമയത്താണ് ആശ്രയ പദ്ധതി ആരംഭിച്ചത്.
ഒരു പഞ്ചായത്തിൽ 1,00,000-ലധികം 165, 150 ആളുകളെ അഗതി ശ്രീ അനിൽ അക്കരെ, താങ്കൾ പറയുന്ന ആ വിമർശനത്തെ ഗൗരവപൂർവ്വം ഉൾക്കൊണ്ട് ബജറ്റ് നിർദ്ദേശം നമുക്ക് ഇങ്ങനെ വായിക്കാം. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കാര്യമായ മാർക്കറ്റിംഗ് ഇല്ലാതെ അതിൻ്റെ വിപണനം സാധ്യമാകാത്ത നിലയിൽ മുരടിച്ചു നിൽക്കുന്നു. കേന്ദ്രീകൃത വിപണന സമ്പ്രദായമുണ്ടാക്കി ബ്രാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തവണ കുടുംബശ്രീയെ സഹായിക്കാൻ ഒരുങ്ങുന്നത്. സ്ത്രീക്ക്, ഒരാൾക്ക്, അതായത് ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെടുന്ന ഒരാൾക്ക് പ്രതിദിനം 400 മുതൽ 600 രൂപ വരെ കിട്ടണം. 600 രൂപ വരെ കിട്ടണം. അതാണ് എൻ്റെ കഴിഞ്ഞ വർഷം നമ്മൾ പ്രഖ്യാപിച്ച കേരള ഓർഗാനിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ സാധനം കുടുംബശ്രീ തന്നെയല്ലേ മാർക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്? കഴിഞ്ഞ വർഷം തന്നെ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയത് കേരള ഓർഗാനിക് എന്ന് പറഞ്ഞ് ലേബൽ അടിച്ച് നമുക്ക് തന്നല്ലോ. അതെന്താ മാർക്കറ്റ് ചെയ്തില്ലേ? കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച അതേ പദ്ധതി കുടുംബശ്രീയുടെ പേരിൽ വീണ്ടും പ്രഖ്യാപിക്കല്ലേ? കഴിഞ്ഞ വർഷം നമ്മൾ പ്രഖ്യാപിച്ച പദ്ധതി എന്താ? കുടുംബശ്രീ പ്രവർത്തകർ ഉണ്ടാക്കുന്ന, അതുപോലെ ജൈവ കർഷകർ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും കേരള ഓർഗാനിക് എന്ന പേരിൽ നമ്മൾ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞ വർഷം. ഇപ്പോഴത്തെ തോമസ്, എനിക്കിത് മനസ്സിലാകുന്നില്ല. ഇത് കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ പദ്ധതിയാണ്. അല്ലല്ല, കഴിഞ്ഞ വർഷം നടപ്പാക്കിയിട്ടുണ്ട്. നമ്മൾ തുടർച്ചയായി ആ മാർക്കറ്റിങ്ങിന്, വിപണനത്തിന്, നമ്മൾ ടൂറിസത്തിൻ്റെ വിപണനം, കാരണം ഇവിടെ റോഡെല്ലാം തകർന്നു, ടൂറിസം പൂട്ടിപ്പോയി എന്നുള്ളൊരു പ്രചാരണം ഉണ്ടല്ലോ. അപ്പോൾ ടൂറിസത്തിന് കുറെ കൂടി ഊന്നൽ കൊടുക്കുക, അതിൻ്റെ വിപണനത്തിന് കുറെ കൂടി ഊന്നൽ നൽകുക എന്നുള്ളതാണ് ഇത്തവണത്തെ ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന്. 2, കുടുംബശ്രീ പ്രൊഡക്റ്റ്. നമ്മൾ എത്ര കാലം പണിപ്പെട്ടാലാണ് ഒരു പ്രൊഡക്റ്റിനെ ഒന്ന് മാർക്കറ്റ് ചെയ്ത് എടുക്കാൻ കഴിയുക ശ്രീ അനിൽ? അപ്പോൾ തുടർച്ചയായിട്ടുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊന്നൽ നൽകുന്നു, പ്രത്യേകിച്ച് ഈ ദുരിത വർഷത്തിൽ പോലും. ഞാൻ മടങ്ങിയെത്താം. ശ്രീ രാജേഷ്, നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായി നമ്മൾ വിലയിരുത്തേണ്ടത് ഒരുപക്ഷെ ഇൻഷുറൻസിന് നീക്കിവെച്ചിട്ടുള്ള തുകയാണ്. ധനമന്ത്രി പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഇൻഷുറൻസ് പദ്ധതിക്ക് കേരളം വിഹിതം കൊടുക്കണം, ക്രെഡിറ്റ് കേന്ദ്രത്തിനാണ്. അതുകൊണ്ട് 42 ലക്ഷം പേരുടെ പ്രീമിയം ഞങ്ങൾ അടച്ചോളാം, ബാക്കിയുള്ളവർ മാത്രം പ്രീമിയം അടച്ചു തന്നാൽ മതി. അതുകൊണ്ട് 1 ലക്ഷം രൂപയും പിന്നെ 5 ലക്ഷം രൂപയും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല പാക്കേജാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. ആ ബജറ്റ് വാഗ്ദാനം എത്ര കണ്ട് നമുക്ക് ജനപ്രിയമായി വിലയിരുത്താം? ശ്രീ നികേഷ്, എനിക്ക് ഇതിനോട് ബന്ധിച്ച് കൃത്യമായ ഒരു എക്സാമ്പിൾ പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ നല്ലതാണ്. 24 പ്രഖ്യാപനങ്ങളിൽ 48 പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നല്ലതാണ്. പക്ഷെ അതിൽ ഏതെങ്കിലും ഒന്ന് നടപ്പാക്കിയാൽ തന്നെ ഞങ്ങൾ മോർ ദാൻ ഹാപ്പിയാണ്. ഒറ്റയൊന്ന് മതി. 24 എണ്ണത്തിൽ ഒരെണ്ണം അദ്ദേഹം നടപ്പാക്കാൻ നടത്തിയാൽ തന്നെ മോർ ദാൻ ഹാപ്പി. ഞാനൊരു കാര്യം ശ്രീ നികേഷിന്റെ ശ്രദ്ധയപ്പെടുത്താം. ഫസൽ ബീമ യോജന എന്ന് പറയുന്ന കർഷകർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസ് പ്രോഗ്രാം, ഇതിനെപ്പറ്റി ഒരു RTI റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ സ്ഥിതി അവർ തന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഇൻഷുറൻസ് കമ്പനികളുടെ പ്രോഫിറ്റ്, ഇത് കേന്ദ്ര ഗവൺമെൻറ് തന്ന കാര്യമാണ്, അതായത് 3 ഇരട്ടി പ്രീമിയം ഇനത്തിൽ ലാഭം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനിക്കാരെ കൊഴുത്ത് വളരാൻ സംബന്ധിച്ചു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് അഗ്രികൾച്ചറൽ സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. സ്റ്റേറ്റിൽ പല സ്റ്റേറ്റുകളും ഇതിലേക്ക് വേണ്ട പ്രീമിയം പോലും കൃത്യമായിട്ട് അടച്ചിട്ടില്ല. അതുകൊണ്ട് ക്ലെയിമുകൾ വന്നപ്പോൾ പല ക്ലെയിമുകളും കിട്ടാതെ വന്നു. സ്റ്റേറ്റിന്റെ കാര്യമാണ്. ഞാനൊരു കാര്യം എടുത്തു ചോദിക്കട്ടെ, കൃഷിനെ അഭിവൃദ്ധിപ്പെടുത്താനായിട്ടില്ല, കൃഷിയുടെ കാര്യം, കർഷകർ കൃഷിയിൽ നിന്ന് മാറിപ്പോവാണ്, ലാൻഡ് ഹോൾഡിങ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷം തീനി സാധനങ്ങൾ തന്നെ കഴിക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾക്ക്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത ഒരു പ്രത്യേക തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ ഓർഗാനിക് ഫുഡിന്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഫ്രീ ആയിട്ട് നടത്താൻ പറ്റും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് അടച്ചുകൊണ്ട് ഒരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനെ അവിശ്വസിക്കുന്നത് എന്തിന്? അവിശ്വസിക്കുന്ന ഇപ്പൊ ഈ നടന്ന സ്കീമുകളിൽ തന്നെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടും ഇല്ല. ഇതേപോലെ പ്രീമിയം അടയ്ക്കാതെ കർഷകർ ബുദ്ധിമുട്ടുന്നതാണ്. ഞാൻ കേരള സംസ്ഥാനത്തെ മാത്രം പറയല്ല, ഇത് കൃത്യമായിട്ട് ഒരു പ്രഖ്യാപനം മാത്രമല്ലേ ശ്രീ നികേഷ്? ശരി, ഇതൊരു പ്രഖ്യാപനം മാത്രമാണോ? ശ്രീ സജി ചെറിയാൻ, താങ്കളോടാണ് ചോദ്യം. നേരത്തെ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ഭവ പ്രഖ്യാപിച്ചിരുന്നു. ഈ ആയുഷ്മാൻ ഭവ മല എലിയെ പ്രസവിച്ചതുപോലെ ആയി തന്നെയാണ് ഐസക് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. മാസം കൊല്ലം വാർഷിക പ്രീമിയം അത് കേരളത്തിലെ എത്ര പേരെ സഹായിക്കും? അതിന് ബദലായിട്ടുള്ള സാർവത്രിക ഇൻഷുറൻസ് പദ്ധതിയാണ് ഐസക് മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, ശ്രീ സജി ചെറിയാൻ, ഈ സാർവത്രികമായ ഇൻഷുറൻസ് പദ്ധതിക്ക് വേണ്ടിയാണ് പ്രളയത്തിന്റെ ഭാഗമായിട്ടുള്ള 1% സെസ് അത് ആരോഗ്യ മേഖലയ്ക്കും ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെടുത്തിയാണെന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.
ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ആരോഗ്യ ചെലവുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഏറ്റവും നൂതനമായ ആശയം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നൂതനമായ ഒരു ആശയം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഒന്ന്. രണ്ട്, എന്റെ സുഹൃത്ത് ചോദിച്ചു ഏത് പദ്ധതിയാണ് ഒരു പദ്ധതിയെങ്കിലും നടപ്പിലാക്കി കണ്ട സന്തോഷം. ഇതിനൊന്നും ഞാൻ എന്ത് മറുപടി പറയുന്നില്ല. കേരളത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ഈ 25 പ്രോജക്റ്റുകൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏറ്റവും പ്രതിസന്ധിയേറിയ ഒരു സ്ഥലമായിരുന്നു കുട്ടനാട്. ഞാൻ ചോദിക്കട്ടെ, കുട്ടനാട് പാക്കേജിന് അട്ടിമറിച്ചതാരാണ്? കുട്ടനാട് പാക്കേജിന് അട്ടിമറിച്ച് UDF-ന്റെ ഭരണകാലത്ത് ആലപ്പുഴ ജില്ലയുടെ കേരളത്തിന്റെ നെല്ലറയെ തകർത്ത UDF. അതിനുശേഷം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനം നടപ്പാക്കാൻ പോവാണ്. 1000 കോടി രൂപയുടെ പാക്കേജ്, പുതിയ കുടിവെള്ള പദ്ധതി, എല്ലാ ഇഷ്ടം പോലെ റോഡുകൾ. നിങ്ങൾ കുട്ടനാട്ടോട്ട് പോയി നോക്ക്. പൊതുമരാമത്ത് വകുപ്പ് മാത്രം എത്ര കോടി രൂപയുടെ അവിടെ പ്രവൃത്തിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 12ഓ 13ഓ പാലങ്ങൾ ഇപ്പൊ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് വികസനം എന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്റെ സുഹൃത്തൊരു കാര്യം ചെയ്യുക, കേരളത്തിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകളിൽ പോയി നോക്ക്. 54,000 ക്ലാസ് മുറികളിൽ നിങ്ങൾക്ക് കാണാം സ്മാർട്ട് ക്ലാസ് റൂമുകൾ. കേരള ഗവൺമെന്റ് UPയുടെ സ്മാർട്ട് ക്ലാസ് റൂം ആകുമ്പോൾ 1200 കോടി രൂപ ഈ മേഖല ചെലവഴിക്കുകയാണ്. ഇപ്പൊ 650ഓളം കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഓരോ മേഖലയെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. 25 പദ്ധതികൾ, അതിൽ മുഖ്യമായി തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന പദ്ധതികൾ. നിങ്ങൾ കാണേണ്ട പ്രശ്നം, IT മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായി ഇടപെടി ഈ ഗവൺമെന്റ് നടത്താൻ പോകുന്ന ഒരു പ്രഖ്യാപനമാണ്. 1 ലക്ഷം ആൾക്ക് കേരളത്തിലെ സർക്കാർ മേഖല ഈ ഗവൺമെന്റ് ജോലി കൊടുത്തു. എന്റെ സാറേ, 1 ലക്ഷം ആൾക്ക്. അതുപോലെ തന്നെ പുതിയതായ IT മേഖലയിൽ 1 ലക്ഷം ആൾക്ക് ജോലി കൊടുത്തു. 1 ലക്ഷം ആൾക്ക് ജോലി കൊടുക്കാൻ പോവാണ്. 3 ലക്ഷം ആൾക്ക് ജോലി കൊടുത്തു. ഇവിടെ ഒന്നും ചെയ്തില്ലെന്നാ പറയുന്നത്. അല്ല, ഒരൊറ്റ പദ്ധതി പോലും നടപ്പാകുന്നില്ല. ഒരു പദ്ധതിയെങ്കിലും നടപ്പാകുമായിരുന്നുവെങ്കിൽ ഞാനാകുമായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താ? ഈ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നാണോ പറയുന്നത്? അല്ല, ശ്രീ നികേഷ് ഞാൻ പറയട്ടെ, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു വൈസ് ചാൻസലർ പോലും ഇല്ല. ഇവിടുത്തെ ടെക്നിക്കൽ, ഞാനൊരു അധ്യാപകനാണ്, യൂണിവേഴ്സിറ്റി അധ്യാപകൻ, എനിക്ക് അറിയാം ഇവിടുത്തെ സ്ഥിതി. എല്ലാത്തിലും രാഷ്ട്രീയത്തിന്റെ അപ്പോയിന്റ്മെന്റ് ആയാലും ശരി നടപ്പാക്കുന്ന ഒരു പദ്ധതിയും കേരളത്തിൽ നടപ്പാകുന്നില്ല എന്നാണ് അതിൽ നിന്ന് അനുമാനിക്കേണ്ടി വരിക. സജി ചെറിയാൻ പറയുന്നത് അതല്ല, നിങ്ങൾക്ക് ഗ്രൗണ്ട് ലെവലിൽ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് എന്നാണ്. നമുക്ക് ഇൻഫർമേഷൻ ഇല്ല. അദ്ദേഹം ഇന്ന് ബഡ്ജറ്റിൽ പറയേണ്ടതായിരുന്നു. അദ്ദേഹം പ്രോഗ്രസ് കാർഡ് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ ബജറ്റിൽ പറയേണ്ട കാര്യമില്ലല്ലോ, പുസ്തകം അടിച്ചിറക്കിയാ പോരെ. ഇവിടെ സജി ചെറിയാൻ നമ്മൾ വലിയ പദ്ധതികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ തിരുവനന്തപുരം കാസർഗോഡ് യാത്ര 4 മണിക്കൂറായി ചുരുക്കുന്ന തെക്ക് വടക്ക് പാത നിരവധി പേരുകളിൽ ഇന്ത്യ വിഷൻ കാലഘട്ടം മുതൽ കേൾക്കുന്നതാണ്. ഏതാണ്ട് ഒരു 10-16 വർഷമായി ഇതിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ പുതിയൊരു പദ്ധതി വന്നിരിക്കുന്നു. 60 കോടി രൂപ ചെലവഴിച്ച പദ്ധതി മാറ്റിവെച്ചതായി ഇപ്പൊ പുതിയൊരു പദ്ധതി. ഒരു കാര്യം, നിങ്ങൾ UDF ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഒരു കോറിഡോർ പ്രോജക്റ്റ് ഉണ്ടായിരുന്നല്ലോ, അത് അല്ല ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലുള്ള റെയിൽവേ പാതയുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ഹൈ സ്പീഡ്, ഒരു കുറച്ചുകൂടി സ്പീഡിൽ, ഒരു 150 കിലോമീറ്റർ സ്പീഡിൽ, അതായത് തിരുവനന്തപുരത്ത് നിന്ന് 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്തുന്ന തരത്തിലുള്ള ഒരു റെയിൽവേ സംവിധാനത്തിന് ഒരു DPR ഞങ്ങൾ തയ്യാറാക്കുന്നു. ഇത് ഒരു 25 വർഷം മുന്നോട്ടുള്ള വിഷനാണ് ഈ ഗവൺമെന്റിന്. ആ വിഷനാണ് നവകേരള സൃഷ്ടിക്ക് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. എല്ലാ പദ്ധതികളും നാളെ മറ്റന്നാളും കൊണ്ട് പൂർത്തീകരിക്കുക എന്നുള്ളതല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, കേരളത്തിന്റെ ചരിത്രത്തിൽ 1957 മുതൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ റെക്കോർഡ് ഡെവലപ്മെന്റ്സ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓൾറെഡി 10,000 കോടി രൂപയുടെ വർക്കുകൾ ഇവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഏത് ഗവൺമെന്റ് കാലത്ത് 2 വർഷം അല്ലെ 2.5 വർഷം കൊണ്ട് 10,000 കോടി രൂപയുടെ ഡെവലപ്മെന്റ് ഷെഡ്യൂൾ കാസ്റ്റ് സബ് പ്ലാൻ കോമ്പണന്റ് കേരളത്തിന്റെ പോലെ ഷെഡ്യൂൾ കാസ്റ്റിന് 9.2% ഒരു സംസ്ഥാനം BJPയോ കോൺഗ്രസോ ഭരിക്കുന്നത് കാണിച്ചു തരാം. കൃത്യമായ വസ്തുതകളാണ് പറയുന്നത്. ഷെഡ്യൂൾ ട്രൈബിൻ്റെ കേരളത്തിലെ പോപ്പുലേഷൻ അനുസരിച്ച് കണക്കാക്കുമ്പോൾ എത്രക്ക് അവർക്ക് കൊടുക്കുന്നതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 2.2%, ഈ 1% വരുന്ന കേരളത്തിലെ ആദിവാസികൾക്ക് വേണ്ടി ചിലവാക്കുന്ന വേറൊരു സംസ്ഥാനം നിങ്ങൾക്ക് ആദിവാസി മേഖലയിൽ കാണിച്ചു തരാൻ കഴിയുമോ? കേരളത്തിൽ മൂർത്തമായിട്ടുള്ള ഒരു പക്ഷപാതിത്വത്തോടു കൂടിയുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമല വികസനത്തിന് 100 കോടി രൂപ, റോഡ് വികസനത്തിന് 200 കോടി രൂപ. ഞാനിന്ന് കിഴക്കൻ മേഖലയിൽ സഞ്ചരിച്ചു വരികയാണ്. റബ്ബർ കർഷകരുടെ കാര്യം, പൈനാപ്പിൾ കർഷകരുടെ കാര്യം,
മോഡി സർക്കാരിൻ്റെ നയങ്ങളുടെ ഭാഗമായി വരുന്ന കാർഷിക മേഖലയിലെ തകർച്ചയെ അഡ്രസ്സ് ചെയ്യുന്ന അഭിസംബോധന ചെയ്യാൻ ഐസക് ശ്രമിക്കുന്നുണ്ട്. റബ്ബറിൻ്റെ കാര്യത്തിൽ സിയാൽ മോഡലിലൊരു കമ്പനി, അത് അന്ന് പുതിയ ആശയമല്ലേ? താങ്കൾ ആശയം കുറവാണെന്ന് പറഞ്ഞു. അത് പ്രാവർത്തികമാക്കുക എന്ന ചുമതല തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഈ ഹൈസ്പീഡ് റെയിലിൻ്റെ ഒരു സന്ദർഭവും നിങ്ങൾ മറക്കണ്ട. ഈ ആശയം എന്ന് പറയുമ്പോൾ ഐസക് ഡാമിൽ നിന്ന് മണ്ണ് വാരാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരു കാലം. അത് തുടരാൻ വീണ്ടും തീരുമാനിക്കേണ്ടി വന്നല്ലോ ഇത്തവണ. കഴിഞ്ഞ തവണ പരിഹസിച്ചതിന് ശേഷം മലമ്പുഴയിൽ ശ്രമിച്ച് അതിനകത്ത് ചില തൊഴിലാളി പ്രശ്നങ്ങളിൽ തുടങ്ങി അത് പരിഹാസ്യമാക്കി. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് തുടരേണ്ട ആവശ്യമുണ്ട് ഇന്ന്. അതുപോലെ ഈ പറയുന്ന ഹൈസ്പീഡ് ട്രെയിൽ കോറിഡോർ വന്ന സന്ദർഭം എന്താണ്? ധാരാളം ഭൂമി എടുത്ത് ഉമ്മൻചാണ്ടി 4 ലെയിൻ ഹൈസ്പീഡ് റോഡ് ഉണ്ടാക്കാനുള്ള തീരുമാനത്തിനുള്ള ബഹുജന രോഷത്തിനെതിരായിട്ട് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ച സങ്കല്പമാണിത്. ശ്രീ അനിൽ അക്കരെ, ശബരിമല ആയിരിക്കുമല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വിഷയം. ഒരുപക്ഷെ ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എങ്കിൽ ശബരിമല വിഷയത്തിൽ സർക്കാർ അത് നടപ്പിലാക്കുക, സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിന് കാണിച്ചിട്ടുള്ള തിടുക്കമായിരിക്കും ഒരുപക്ഷെ പിന്നീട് കാണിക്കുക. ഇവിടെ ശബരിമലയെ കൃത്യമായി അഡ്രസ്സ് ചെയ്തിരിക്കുന്നു. ശബരിമലയിൽ ഇനി ആരെങ്കിലും കാണിക്കയിടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാണിക്ക ഗവൺമെൻറ് ഇട്ടിരിക്കുന്നു 100 കോടി രൂപ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ വളരെ സജീവേട്ടനും അതുപോലെ തന്നെ ശ്രീ മാധവൻ സാറും ആവേശത്തോടു കൂടി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ കൗതുകമാണ് തോന്നുന്നത്. 50,000 കോടി രൂപയുടെ പദ്ധതിയാണ് കിഫ്ബിയിൽ പറയുന്നത്. അടുത്ത വർഷം തന്നെ 1 കോടി പിന്നെ 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതി പൂർത്തിയാക്കുന്നതാണ് സജി ചെറിയാൻ അവർ പറയുന്നത്. എനിക്കിത് മനസ്സിലാവുന്നില്ല. 50,000 കോടി രൂപയുടെ പദ്ധതി മാത്രമേ കിഫ്ബിയിലുള്ളൂ. അതിന് പുറത്താണ് 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതി എന്ന് പറയുന്നത്. ഞാനത് തർക്കത്തിലൊന്നുമില്ല. നമുക്ക് പിന്നെ തോമസ് ലീ പറഞ്ഞ പോലെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയേണ്ട കാര്യമല്ലോ. നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. അവന് വളരെ ആവേശത്തിൽ പറയാൻ സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് എനിക്ക് കൃത്യമായി അതിന്റെ കണക്കുകൾ അറിയാം. ഞാൻ അപ്പൊ അതിലേക്ക് പോവാത്ത ശബരിമലയ്ക്ക് പോവാൻ, ശബരിമല വിഷയത്തിൽ 100 കോടി രൂപയുടെ കുറവുണ്ടായി. അത് ഈ ഗവൺമെന്റ് കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അനുബന്ധമായ റോഡുകൾ, മറ്റു സൗകര്യങ്ങളും, അതൊക്കെ കാലാകാലങ്ങളിൽ നമ്മൾ ചെയ്തു വരുന്ന കാര്യമാണ്. ഒരു 100 കോടി രൂപ കൊടുത്താൽ കേരളത്തിലെ വിശ്വാസികളുടെ ഭക്തരുടെ പ്രശ്നം തീരുമോ? കേരളത്തിൽ പിന്നെ ഈ ഗവൺമെന്റ് പോയി അകപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇത് തിരിച്ചു വരാൻ കഴിയുമോ? 100 കോടിയല്ല, 1000 കോടി രൂപ കൊടുത്താൽ ഈ മുറിവോണക്കാൻ കഴിയില്ല. അത്രയേറെ ചേരിയാക്കി കേരളത്തിലെ സമൂഹം മാറ്റിക്കഴിഞ്ഞു. ബുധനാഴ്ച ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സുപ്രീം കോടതിയുടെ വിധിയാണ്. റിവിഷൻ ഹർജിയിൽ ഇതേ വിധി തന്നെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ ഒറ്റയടിക്ക് ഈ വിശ്വാസികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി 100 കോടി കൊടുത്തു എന്നുള്ള രീതിയിലാണോ താങ്കൾ ഇത് കാണുന്നത്? അങ്ങനെയാണോ ഇത് കാണുന്നത്? വിശ്വാസികളുടെ പ്രശ്നം ശബരിമല എന്താ സംശയം? ഇത് 100 കോടിയുമ്പോൾ തീരുന്ന വിഷയമല്ലല്ലോ. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരുപാട് നഷ്ടങ്ങൾ, കേരളത്തിലെ 10% ഭക്തർ മാത്രമാണ് ശബരിമലയ്ക്ക് പോയത്. ഒരുപാട് ടാക്സിക്കാർ, പിന്നെ ഹോട്ടലുകൾ, എത്രയോ സാമ്പത്തിക നഷ്ടം അത് അപ്പുറത്തുണ്ടായി. അത് 100 കോടി കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല. വലിയ മുറിവ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ 6-ാം തീയതി റിവ്യൂ പെറ്റീഷൻ വരുന്നുണ്ട്. അല്ല, അത് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് തന്നെയല്ലേ, ഗവൺമെന്റിന്റെ നിലപാടല്ലേ ശബരിമലയിൽ സ്ത്രീകൾ കേരള അഫിഡവിറ്റിലേക്ക് മാറ്റിപ്പോയത്. ഞങ്ങളുടെ കാര്യം അതിനകത്ത് കൃത്യമാണ്. ഞങ്ങൾ വിശ്വാസ സമൂഹത്തിന്റെ കൂടെ നിലവിലുണ്ടായിരുന്ന ആചാരങ്ങൾ സംരക്ഷിക്കണം എന്നാണ് UDF തീരുമാനം ഉണ്ടായിരുന്നത്. അപ്പൊ ശബരിമലയുടെ പ്രശ്നങ്ങളുടെ നിലപാടിന് പിന്നാലെ പോകുന്ന ആളുകളല്ലോ ഞങ്ങൾ. സംഘപരിവാർ നിലപാടെടുക്കുന്ന മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് എന്താ? സംഘപരിവാറിന്റെ അഫിഡവിറ്റ് ഇതിനകത്ത് ഇല്ലല്ലോ. ഞങ്ങളല്ലേ പിന്നെ പ്രയാർ ഗോപാലകൃഷ്ണന്റെ റിവ്യൂ പെറ്റീഷന് പോലും പോയത്. സംഘപരിവാറിന്റെ പിന്നാലെ നടക്കുന്ന പാർട്ടിയാണോ കോൺഗ്രസ്? എന്താ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് ഞങ്ങൾ സംഘപരിവാറിനെ നോക്കി കൊടുത്തല്ല. ഞങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങൾ കൊടുത്ത അഫിഡവിറ്റ്. അത് മറച്ചു വെച്ച് പറയുന്നതല്ല. വോട്ടർ ഈ വലിയ ദുരിതം കൊണ്ട് 100 വർഷത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ കാലാവസ്ഥാ ദുരന്തം കൊണ്ട്, അല്ലെങ്കിൽ 2018 ലോകം നേരിട്ട ഏറ്റവും ദുരിതമയമായിട്ടുള്ള കാലാവസ്ഥാ ദുരിതം എന്നാണല്ലോ ലോക കാലാവസ്ഥാ സംഘടന തന്നെ ഈ 2018 താങ്കളുടെ മണ്ഡലം അടക്കം നേരിട്ട കാലാവസ്ഥാ മാറ്റത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 1785 കോടി രൂപയുടെ സെസ്സാണ് തോമസ് ഐസക് അടിച്ചേൽപ്പിക്കാൻ പോകുന്നത്. താങ്കളുടെ ചെങ്ങന്നൂരിലെ ഈ കാലാവസ്ഥാ ദുരിതം ഏറ്റുവാങ്ങിയ പ്രജയുണ്ടല്ലോ, അല്ലെങ്കിൽ വോട്ടറുണ്ടല്ലോ, ആ വോട്ടർ ഈ കാലാവസ്ഥാ ദുരിതം ഏറ്റുവാങ്ങിയതിനോടൊപ്പം തന്നെ പേസ്റ്റ് വാങ്ങുമ്പോൾ ഇനിയിപ്പോൾ അധിക സെസ് കൊടുക്കേണ്ടി വരും. ഇല്ല, അതായത് നമ്മുടെ പിന്നെ GST വന്നപ്പോൾ നമുക്ക്
ഉണ്ടായിരുന്ന 18%, 12% ഒക്കെ അതിൽ 4%, 5% കുറവ് വന്നിട്ടുണ്ട്. ആ കുറവിൽ നിന്ന് 1% കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും അതൊരു വില വർധനവോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക എങ്ങനെയാണ് ഈ 1780? ആ കാര്യം എല്ലാവരും എനിക്കൊരു കൊടുക്കുന്ന പണം ആശങ്കയുമില്ല. കാരണം ഉപയോഗിച്ചിട്ടാണ് അത് ജനങ്ങൾ 1785 കോടി കാരണം അതിനകത്ത് 600 കോടി രൂപയുടെ വരുമാനം മാത്രമേ ഉള്ളൂ. അവിടെ ചെങ്ങന്നൂരുകാരനും കൊടുക്കണം, പറവൂരുകാരനും ഇല്ല, കൊടുക്കണം. അതെ ദികേഷേ, അതായത് നമ്മൾക്ക് ഒരു 4%-ഓളം 4% നികുതി കുറവ് വന്നിട്ടുണ്ട്. 18 എന്നുള്ളത് 4%, 12 എന്നുള്ള 4% കുറവ് വന്നിട്ടുണ്ട്. ആ കുറവിന്റെ 1% കൂട്ടുമ്പോൾ അതൊരു പ്രത്യേകമായ ഒരു പ്രശ്നമാണ്. മാത്രമല്ല ഈ പ്രളയത്തിന്റെ ഈ കഷ്ടത ഇവരുടെ ആരുടെ സഹായം നമുക്കില്ലല്ലോ. ഇവരെല്ലാത്തിനും എതിർക്കല്ലേ. തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് 1% കൂട്ടുമ്പോൾ അതെല്ലാവർക്കും അത് ബാധകമാണ്. ചെങ്ങന്നൂരിനും പറവൂരിനും അടക്കമുള്ള ദുരിതബാധിതർക്കും ഈ സെസ് കൊടുക്കേണ്ടി വരുന്നു. മാത്രമല്ല നോക്കൂ, ഈ 18%, ഈ 18%, 22% ഈ 12% ഒഴിവാക്കിയിരുന്നെങ്കിൽ പല കാര്യങ്ങളും ഒഴിവാകുമായിരുന്നു. അത് ഒഴിവാക്കാൻ എന്തേ സജി ചെറിയാനെ പോലുള്ള ആളുകൾ തോമസ് ഐസക്കിനോട് ആവശ്യപ്പെടുന്നില്ല? അതായത് ഇത് ഇല്ല, നമ്മൾ GST കൗൺസിലിന്റെ മുമ്പാകെ കഴിഞ്ഞ 2 മാസമായി നടക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. അവിടെ നമ്മൾ അപേക്ഷ കൊടുക്കുന്നു, അതിന്മേൽ ചർച്ച നടക്കുന്നു, GST കൗൺസിൽ പാസ്സാക്കുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ 1%, അത് കുറഞ്ഞ 4% കുറഞ്ഞപ്പോഴാണ് 1% കൂട്ടുന്നത്. ഈ 12% വേണ്ട, ഒരു പൈസ വില കൊടുത്തില്ല. ക്യാമ്പയിനായിട്ട് എടുത്ത് വില വർദ്ധിക്കാൻ പോകുന്നു എന്ന് പ്രചരിപ്പിച്ച് ആളുകളെ ഭയപ്പെടുത്തുക. ഉൽപ്പന്നത്തിൽ ഈ 1% കൂട്ടാതെ 18% വേണമെങ്കിൽ 2% കൂട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി വിമർശനം കുറയ്ക്കാമായിരുന്നു. നിത്യോപയോഗ സാധനങ്ങൾ എന്ത് വിലക്കയറ്റമാണ് അല്ല, ഉണ്ടാക്കുന്നത്? വിമർശനത്തിന് അതാണ് ഞാൻ പ്രശ്നം പറയുന്നത്. ഇരിക്കുന്നില്ല. ടൂത്ത്പേസ്റ്റിന്റെ കാര്യം 1% സ്വർണത്തിന്റെ കാര്യം, കാര്യമായി വൈനിന്റെ കാര്യം, ആരെയും ബിയറിന്റെ കാര്യം ബാധിക്കാൻ പറയും. പോകുന്നില്ല. അതാണ് മുഖ്യമായിട്ടുള്ള വരവ്. ബിയറും വൈനും വേറെയാണ് കൂട്ടിയിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയും, GST ആണ് ഞാൻ പറഞ്ഞത്. താങ്കൾ ടൂത്ത് പേസ്റ്റ് എടുത്ത് പറഞ്ഞുകൊണ്ടാണ് പ്രളയബാധിത പ്രദേശത്തിലെ ആളുകൾക്ക് ടൂത്ത് പേസ്റ്റിന്റെ വില Toothpaste കൂടിയല്ലോ. അടക്കമുള്ള അതെ, നിത്യോപയോഗ അവർക്ക് സാധനങ്ങൾ. അരിയുടെ വില കൂടുന്നുണ്ടോ, അവർക്ക് പയറിന്റെ വില കൂടുന്നുണ്ടോ, അവർ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂട്ടുന്നുണ്ടോ? വിലക്കയറ്റം ഉണ്ടാക്കാത്ത ബഡ്ജറ്റ്, അത് പറയാനുള്ള ധൈര്യം ഉണ്ടാവും. ശരി, ശ്രീ എന്നാൽ എക്കണോമിയെ സാമ്പത്തികമായി കേരളത്തിന് ഉണർവ് നൽകുന്ന ബഡ്ജറ്റ്. ഇപ്പൊ ശ്രീ എൻ മാധവൻകുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ വിലക്കയറ്റം ഉണ്ടാക്കാത്ത ബജറ്റ് തന്നെയാണോ ഇത്? നമ്മൾ ബജറ്റിന്റെ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു പ്രതീക്ഷിച്ചതെങ്കിൽ ഐസക് ബജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഇത് വിലക്കയറ്റം ഉണ്ടാക്കാത്ത ബജറ്റ് എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും വളരെ 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 ഹൈ എൻഡ് ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് ഇതിന്റെ വിലക്കയറ്റത്തിന്റെ. ശ്രീ രാജേഷ്, താങ്കളുടെ നിരീക്ഷണം. ശ്രീ നികേഷ്, ശ്രീ മാധവൻകുട്ടി സാറോടുള്ള എല്ലാ ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിന് പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. GST പ്രൈസിന്റെ മേലെയാണ് ചാർജ് ചെയ്യാൻ പോകുന്നത്. 12% തൊട്ടുള്ള എല്ലാ ഗുഡ്സിന്റെ മേലെയുണ്ട്, 18 അതിന്റെ മുകളിലോട്ടും. തീർച്ചയായിട്ടും ഉൽപ്പന്നങ്ങളുടെ വില കൂടുമെന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് കേരള സെസ് എന്നുള്ളത് ഒരു ഇന്ത്യ സെസ്സിലേക്ക് കൊണ്ടുവരികയായിരുന്നു ശരിക്കും വേണ്ടിയിരുന്നത്. കാരണം കേരളത്തിന്റെ ഒരു ദുഃഖം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ സംസ്ഥാനങ്ങളെ മാറ്റി നിർത്താൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെക്കും. അതുകൊണ്ട് ഈ എസെൻഷ്യൽ ഗുഡ്, ലക്ഷറി ഗുഡ്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് തമ്മിലുള്ള ആ വര അത് അങ്ങനെ ഒരു വിമർശനം താങ്കൾ ഉന്നയിച്ചിട്ട് അതിന്റെ കാതലിലേക്ക് പോകാത്തത് എന്തേ? മന്ത്രിമാർ പുറത്തേക്ക് പോയി മലയാളികളെ കണ്ട് അവരോട് ആശയവിനിമയം നടത്തി സാമ്പത്തിക സഹായം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തെ തടഞ്ഞു. കേരളം ആവശ്യപ്പെട്ട തുക 30,000 കോടി രൂപയാണ്. അതിൽ നമുക്ക് ആകെ കിട്ടിയത് 3000 ചില്ലുവാനും കോടി രൂപ. അങ്ങനെ വിദേശ രാജ്യത്ത് നിന്ന് UAE-യിലെ ഏറ്റവും പ്രധാനപ്പെട്ട NRIs-ന്റെ കയ്യിൽ നിന്ന് അടക്കം പിരിച്ച തുക ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തടസ്സം നിന്നു. ലോക ബാങ്കിന്റെ കടം എടുക്കാനുള്ള അനുമതി ഇതുവരെ കൊടുത്തിട്ടില്ല. വലിയൊരു ട്രാപ്പിലേക്കാണ് കേരളത്തിലേക്ക് നയിക്കുന്നത്. ഒരു ഉന്മേഷകരമല്ലാത്ത ബജറ്റ് അവതരിപ്പിക്കേണ്ടി വന്നത് അതിന്റെ കാതലിലേക്ക് പോകാതെ പെരിഫറലായ അതിന് താങ്കൾക്ക് ഒരു വിമർശനമില്ലേ? എന്തുകൊണ്ട് കേരളത്തിന് കടം എടുക്കുന്നതിന്റെ പരിധി വർദ്ധിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് വേൾഡ് ബാങ്കിൽ നിന്ന് കടം മേടിക്കുന്നതിനുള്ള അനുവാദം കൊടുക്കുന്നില്ല? ഇതെല്ലാം വേറൊരു വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത് സാധ്യമല്ലാത്ത അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്. മുകളിലുള്ള നിബന്ധന എന്നുള്ളത് ആ സീലിംഗ്, കേരളം ഡെപ്റ്റ് എത്രയാണ് കൂടുന്നത്? ഡെപ്റ്റും GDP വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ തന്നെ ശമ്പള വർധനവിന്റെ ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. 5 വർഷത്തിന് ഇത് അടുത്ത ഗവൺമെന്റിലേക്ക് പാസ് ചെയ്യാണ് സാർ. മോഡി സർക്കാരിന്റെ RSS BJP സർക്കാർ. എനിക്ക് സമയമായി. ശ്രീ രാജേഷ്, താങ്കളുടെ അവസാനത്തെ വാചകത്തോട് ഈ ചർച്ച അവസാനിക്കും.
രാജേഷ് പറഞ്ഞ് അവസാനിപ്പിക്കൂ. എനിക്ക് ഈ ഇതിനെ സമ്മറി ആയിട്ട് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ ഉണ്ട് എന്ന് അഴിച്ചിട്ട് ഇതിൽ എത്ര കാര്യങ്ങൾ ഇദ്ദേഹം നടപ്പാക്കുന്നു എന്നുള്ളത് മാത്രം വെച്ചിട്ട് നമുക്കതൊരു സക്സസ് ആയി പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ റീട്രേറ്റ് ചെയ്യുന്നത്, ഇതിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ താങ്കളുടെ മറുപടി വേണം. നോക്കൂ, കേന്ദ്രം ഞെരുക്കിയപ്പോൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ബജറ്റാണ് തോമസ് ഐസക് അവതരിപ്പിച്ചത് എന്നാണ് മാധവൻകുട്ടിയുടെ അഭിപ്രായം. അല്ല, ഞാനതൊന്നും തെരഞ്ഞെടുപ്പ് സമയമൊന്നും ഞാനത് കമ്പയർ ചെയ്യുന്നില്ല. ഇതിനകത്ത് ഉണ്ടായൊരു വിഷയം, തോമസ് ഐസക് GST വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന ധനകാര്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ആ GST പ്രത്യക്ഷത്തിൽ എതിർത്തുവെങ്കിലും പരോക്ഷമായി അല്ലെങ്കിൽ മാനസികമായി അതിനെ അംഗീകരിച്ച ഒരു ധനകാര്യമന്ത്രിയായിരുന്നു. ആ GST നിന്ന് കിട്ടുന്ന ഒരുപാട് വരുമാനങ്ങൾ കണക്കൂട്ടിയാണ് തോമസ് ഐസക് മുന്നോട്ട് പോയത്. ഒരുപാട് പ്രതീക്ഷിച്ച് പോയ തോമസ് ഐസക് മലർപ്പൊടിക്കാരുടെ സ്വപ്നം പോലെ GST തകർന്നു വീണപ്പോ ഇപ്പോ ഇത് ഒരു പ്രളയത്തിന്റെ രൂപത്തിൽ അദ്ദേഹത്തെ ഒരു രക്ഷകനായി വന്നു എന്ന് മാത്രമാണുള്ളത്. GST വന്ന സമയത്ത് അതിനെ എതിർത്ത് ഒരു ബദൽ ആ സമയത്ത് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഈ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ഒരു ഇടതുപക്ഷ ബദൽ അന്ന് ഐസക് കണ്ടെത്തിയില്ല. GSTയുടെ പിന്നാലെ പോകാനാണ് ഐസക് ശ്രമിച്ചത്. അതിന്റെ ഉത്തരവും അതിന്റെ വിധിയുമാണ് ഇപ്പോ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് GST കൗൺസിലെ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയിൽ ശ്രീ തോമസ് ഐസക്കിന്റെ കോൺട്രിബ്യൂഷനെയാണ് നമ്മൾ പ്രളയ ദുരിതാശ്വാസത്തിൽ കേന്ദ്ര നിലപാടിൽ BJPയുടെ RSSന്റെ നിലപാടിനോട് കോൺഗ്രസും UDFും താങ്കളും യോജിക്കുന്നുണ്ടോ? അതാണ് അറിയേണ്ടത്. കടം എടുക്കാനുള്ള അവസരം തരാതിരിക്കുക, അതൊക്കെ പറഞ്ഞല്ലോ. ഞാൻ വളരെ കൃത്യമായി ഇപ്പോഴും പറഞ്ഞല്ലോ, ഞങ്ങൾ GST എതിർത്തിരുന്ന ആളുകളാണ്. ഒരു തർക്കമില്ല. പക്ഷേ ഞാൻ കണ്ട തോമസ് ഐസക്, ഞാൻ കണ്ട കേരളത്തിലെ ധനകാര്യമന്ത്രി GSTയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടാക്സ് ഇനത്തിൽ ഒരുപാട് സംഖ്യ കേരളത്തിലേക്ക് വരുമെന്ന് കണക്കൂട്ടിയ ധനകാര്യമന്ത്രിയായിരുന്നു. ആ കണക്ക് പിഴച്ചതാണ് ഇപ്പോ മലർന്നു കിടന്ന് പ്രളയ ദുരിതാശ്വാസത്തെ സംബന്ധിച്ചുള്ള കേന്ദ്ര നിലപാടിൽ കോൺഗ്രസിന്റെയും UDFിന്റെയും താങ്കളുടെ നിലപാട് എന്താണ്? അതാണ് ചോദിക്കുന്നത്. എന്താ പറയൂ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങള് പിന്നെ ഇതിനൊക്കെ എതിർത്തിരുന്ന ആളുകളല്ലേ GST കൗൺസിലില്. സ്വാഭാവികമായും കേരളത്തിൽ നിന്ന് കിട്ടേണ്ട സെസ് അല്ല, ഇന്ത്യ രാജ്യത്ത് മുഴുവൻ നിലപാട്. ഞങ്ങൾ തോമസ് ഐസക്കിന് ഈ വിഷയത്തിൽ എതിർക്കുന്ന ആളുകളല്ലോ. രാഷ്ട്രീയ നിലപാടില്ലേ കേന്ദ്ര സമീപനത്തെ കുറിച്ച്? താങ്കൾക്കോ താങ്കളുടെ പാർട്ടിക്കോ കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നതിനെ സംബന്ധിച്ച് ഒരു നിലപാടിനെ എതിർത്തിരുന്ന ആളുകൾ ഞങ്ങൾ എതിർത്തിരുന്ന ആളുകളാണ്. നന്ദി. ന്യൂസ് നൈറ്റിൽ സഹകരിച്ചതിന് നമസ്കാരം.